Good morning. Good morning, ma'am. Good morning, miss. എല്ലാരും പെട്ടെന്ന് തന്നെ കേറാട്ടോ ക്ലാസ്സില്. ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ട്ടോ. എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചോ? ചായയൊക്കെ കുടിച്ചോ എല്ലാവരും? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഓക്കെ ആര്യ, ഗുഡ് മോർണിംഗ്. തുടങ്ങാം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ വ്യാഴാഴ്ച നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല അല്ലെ? ഒരു ക്ലാസ് നമ്മുടെ മിസ്സായിപ്പോയി അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ പറഞ്ഞു നിർത്തിയത് മെഡിക്കൽ ഇൻഷുറൻസിന്റെ ESI വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഞാനൊന്ന് മ്യൂട്ട് ചെയ്യാം. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ESI വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ? എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കാറുണ്ടോ നമ്മൾ എടുക്കുന്ന കാര്യങ്ങളൊക്കെ? അതോ അന്ന് കേട്ട് ക്ലാസ് കേട്ട് അത് അടച്ചു വെക്കാണോ? വായിക്കാറില്ലേ? വായിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വായിക്കണം കേട്ടോ. ഹാരൂൺ ക്ലാസ് കേട്ടല്ലേ? ഞാൻ ഹാരൂൺ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ എന്നോട് ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു. നമ്മുടെ ടോപ്പ് ഓഫ് കവറില് അല്ലെ? ടോപ്പ് ഓഫ് കവറിന്റെ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഉള്ള ബേസിക് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയുടെ ഒന്ന് ടോപ്പ് അപ്പ് ചെയ്യുന്നതാണല്ലോ ടോപ്പ് ഓഫ് കവർ എന്ന് പറയുന്നത്. അപ്പൊ ഹാരൂൺ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് അഡീഷണൽ പ്രീമിയം അടയ്ക്കേണ്ടതായിട്ട് വരുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ എനിക്ക് അന്നേരം അറിയില്ലായിരുന്നു അത്. അഡീഷണൽ പ്രീമിയം അടയ്ക്കേണ്ടതായിട്ട് വരും കേട്ടോ. അഡീഷണൽ പ്രീമിയം അടയ്ക്കണം. പക്ഷെ എന്താണ്, നമ്മൾ സാധാരണ അടയ്ക്കുന്ന പ്രീമിയത്തെക്കാളും കുറഞ്ഞ പ്രീമിയത്തിൽ അടച്ചാണ് കേട്ടോ. കുറഞ്ഞ തുക അടച്ചാണ്. അത് നമ്മൾ എടുത്തിട്ടുള്ള ബേസിക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടല്ലോ, അതിനൊരു പ്രീമിയം അടയ്ക്കുന്നുണ്ട്. അതിന്റെ ഒരു ടോപ്പ് അപ്പ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. അത്രയും പ്രീമിയം അടയ്ക്കേണ്ട, അതിനേക്കാളും കുറച്ച് കുറവില് പ്രീമിയം നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് കേട്ടോ. അഡീഷണൽ അടയ്ക്കണം, കുറവ് മതി. ക്ലിയർ ആയോ ഹാരൂണ്? ഓക്കെ ആണല്ലോ. ശരി, അപ്പൊ അത് അന്നേരം ചോദിച്ചപ്പോ എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീടാണ് ഞാൻ അത് മനസ്സിലാക്കിയത്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്, അതിന്റെ ചില കണ്ടീഷൻസുകൾ നമ്മൾ കണ്ടു. പിന്നെ ഒരു ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇതെല്ലാം നമ്മൾ കണ്ടിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ESI സ്കീമിനെ പറ്റിയാണ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ESI വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ അതൊന്ന് ജസ്റ്റ് റിവൈൻഡ് ചെയ്ത് നമുക്ക് തുടങ്ങാം കേട്ടോ. ESI നമ്മൾ പഠിച്ച പോയിന്റുകൾ ഇത്രയേ ഉള്ളൂ. എന്നാണ് ESI സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഏത് വർഷമാണ്? 1948 ആണ് കേട്ടോ. 1948 അത് നമ്മൾ എവിടെയും പഠിച്ചിട്ടുണ്ട്. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ESI എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1948 കേട്ടോ. പിന്നെ ഈ പറയുന്ന ESIC അല്ലെ? IC പറയുന്ന കോർപ്പറേഷൻ ആണ് കേട്ടോ. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് ഈ ഒരു സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതൊക്കെ. ഏത് കോർപ്പറേഷൻ? ഈ പറയുന്ന ESIC ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? ESICയുടെ ചെയർമാൻ ആരാണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ? ആരാണ് ചെയർമാൻ എന്ന് പറയുന്നത്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ് അല്ലെ? അതായത് കേന്ദ്ര തൊഴിൽ മന്ത്രിയാണ്. നമ്മൾ പറഞ്ഞത് മൻസുഖ് മാണ്ഡവ്യാണ് നിലവിലെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ എന്ന് പറയുന്നത് അല്ലെ? അദ്ദേഹമാണ് ESICയുടെ അതായത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ആരാണ്? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ അതിന്റെ ESICയുടെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. ഡയറക്ടർ ജനറൽ. അപ്പൊ അത് അശോക് കുമാർ സിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അത് നമ്മള് കറക്റ്റ് ആണ് കാരണം. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? ESI ബെനിഫിറ്റുകൾ. ESI എന്താണെന്ന് നമുക്കറിയാം അല്ലെ? ഈ പറയുന്ന പണവും മെഡിക്കൽ ആനുകൂല്യങ്ങളൊക്കെ നൽകുന്ന ഒരു സ്കീമാണ് അല്ലെ ESI. ESI ആശുപത്രികളൊക്കെ കേട്ടിട്ടില്ലേ? ഓക്കെ, അപ്പൊ ESI പ്രകാരം സിക്നസ് ബെനിഫിറ്റ് ലഭിക്കണമെങ്കിൽ എത്ര വർക്കിംഗ് ഡേയ്സ് വേണമെന്നാണ് നമ്മൾ പറഞ്ഞത്? 78. ഇതൊക്കെ പഠിച്ചു വെക്കണം, മനസ്സിലാക്കി വെക്കണം.
ഇത് എക്സാം എന്നുള്ള രീതിയിൽ മാത്രമല്ല നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നിങ്ങൾ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് കേട്ടോ. അപ്പൊ ഒരു സിക്നസ് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഇതൊക്കെ എന്താണ് 78 ദിവസം മുമ്പെങ്കിൽ ആ സിക്ക് ലീവ് എടുക്കുന്നതിന് മുമ്പ് 78 ദിവസമെങ്കിലും അവർ കണ്ടിന്യൂസ് വർക്ക് ചെയ്തിരിക്കണം അല്ലെ, നമ്മൾ പറഞ്ഞിരുന്നത്. ഫോർ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആണെങ്കിൽ 70 days ഓഫ് വർക്ക് ആണ് പറയുന്നത് അല്ലെ. മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ എന്താണ് ആ ഒരു ബെനിഫിറ്റ് ലഭിക്കുന്നതിന് മുമ്പായിട്ട് 70 ദിവസമെങ്കിലും തുടർച്ചയായിട്ട് വർക്ക് ചെയ്തിരിക്കണം. അത് നമ്മൾ പഠിച്ച രണ്ടാമത്തെ പോയിന്റ് ആണ്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ പോയിന്റ് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ എത്തിക്സ് ലീഗൽ ഇഷ്യൂസിൽ പഠിച്ചതാണ് അല്ലെ. പ്രധാനമായിട്ടും വ്യാവസായിക തൊഴിലാളികളെയാണ്, വ്യാവസായിക തൊഴിലാളികളെ മാത്രമല്ല വർക്കേഴ്സ്, ഓക്കെ, അവരെയാണ് എന്നുവെച്ചാൽ അവർക്ക് ഈ പറയുന്ന തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും പരിക്കുകൾ വരികയോ അല്ലെങ്കിൽ അസുഖങ്ങളോ പ്രസവാനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനൊക്കെ അതുപോലെ അവർക്ക് എന്തെങ്കിലും തൊഴിൽ സംബന്ധമായിട്ടുള്ള പരിക്കുകളൊക്കെ വരുവാണെങ്കിൽ അതിനൊരു മുൻകരുതൽ എന്ന നിലയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമും കൂടെയാണ് ESI എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ESIക്ക് ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. ESI ആനുകൂല്യം ലഭിക്കണമെങ്കിൽ പ്രതിമാസ വേതനം 21,000 രൂപ. ഓക്കെ, 21,000 രൂപയിൽ താഴെയുള്ളവർക്ക് മാത്രമേ ഏത് ആനുകൂല്യം ലഭിക്കുള്ളൂ? ESI ആനുകൂല്യം ലഭിക്കുള്ളൂ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കുറച്ച് നാള് മുമ്പ് 15,000 ആയിരുന്നു, ഒരു ലിമിറ്റ് എനിക്ക് തോന്നുന്നു 15,000 ആയിരുന്നു. പിന്നെ ഇപ്പൊ അത് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിലവിൽ 21,000 രൂപയാണ്. 21,000 രൂപയോ അതിൽ താഴെയോ മാസ വേതനം ഉള്ളവർക്ക് മാത്രമേ ESI ആനുകൂല്യത്തിന് എലിജിബിൾ ആകുള്ളൂ കേട്ടോ. അതിലും കൂടുതൽ സാലറി വാങ്ങുന്നവർക്ക് എന്ത് കിട്ടില്ല? ESI ആനുകൂല്യം കിട്ടില്ല കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, എംപ്ലോയറും എംപ്ലോയീസും ഒരുപോലെ എന്തിലേക്ക് ഷെയർ ചെയ്യുന്നത്? പ്രീമിയം ഷെയർ ചെയ്യുന്നത് അല്ലെ, ESIയിലോട്ട്. ഇതൊക്കെ നമ്മൾ എത്തിക്സിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്താണ്, ഒരേ ലെവലിലല്ല. കൂടുതൽ ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? എംപ്ലോയർ ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കണം. അത് വെച്ച് കാൽക്കുലേഷൻ ഉണ്ട് കേട്ടോ. എംപ്ലോയീസ് പേ ഓൺ an average of 0.75% of the wage അല്ലെ. അതായത് ഈ പറയുന്ന തൊഴിലാളികളാണെങ്കിൽ അവരുടെ വേതനത്തിന്റെ 0.75% കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എംപ്ലോയീസ് തൊഴിലാളികള് അവരുടെ വേതനത്തിന്റെ 0.75% ESIയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. തൊഴിലുടമകൾ അല്ലെ, എംപ്ലോയർമാരാണെങ്കിൽ 3.25% ഇതിലേക്ക് പ്രീമിയം ഷെയർ ചെയ്യുന്നത്, ESIയിലോട്ട് പ്രീമിയം ഷെയർ ചെയ്യുന്നത്. ഓക്കെ, നമ്മളവിടെ എത്തിക്സ് പഠിച്ചപ്പോ PFന് രണ്ടു കൂട്ടരും ഒരേ ഷെയർ ഇല്ല, തുല്യ രീതിയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ ESIയുടെ കേസിൽ അങ്ങനെയല്ല. എംപ്ലോയീസ് ആണ് 0.75% കുറവാണ് അവർ ഷെയർ ചെയ്യുന്നത്. എംപ്ലോയർ ആണ് ബാക്കി 3.25% ഷെയർ ചെയ്യുന്നത് എംപ്ലോയർമാരാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഈ എംപ്ലോയീസ് ഇപ്പൊ പ്രതിദിന വേതനം കേട്ടോ, പ്രതിമാസം എന്നല്ല ഞാൻ പറഞ്ഞു, പ്രതിദിന വേതനം 176 രൂപയിൽ കുറവുള്ള എംപ്ലോയീസ് തൊഴിലാളികള് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്, ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കാരണം പ്രതിമാസമല്ല, ഒരു ദിവസ വേതനം 176 എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള വരുമാനമാണ് അല്ലെ. അങ്ങനെ വരുമാനമുള്ള ആളുകൾ എന്ത് ചെയ്യേണ്ട? അത് ESIയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. ക്ലിയർ അല്ലേ? ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ക്ലിയർ ആണ്? അതിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അതുവരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ESIയുടെ ബെനിഫിറ്റ്സ് ആണ് കേട്ടോ. അതാണ് ESIയുടെ ബെനിഫിറ്റുകൾ. കുറച്ചധികം ബെനിഫിറ്റുകൾ ഉണ്ട് നമുക്കറിയാം. കൂടുതൽ എന്താണ്, ഒരുപാട് ബെനിഫിറ്റുകൾ കൊടുക്കുന്നുണ്ട് ESI കേട്ടോ. എന്തൊക്കെയാന്ന് നോക്കിയേ? സിക്നെസ് ബെനിഫിറ്റ് ഉണ്ട്, എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റ്, എൻഹാൻസ്ഡ് സിക്നെസ് ബെനിഫിറ്റ്, മെറ്റേണിറ്റി ബെനിഫിറ്റ്, ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്, ഫ്യൂണറൽ ബെനിഫിറ്റ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്. ഇത്രയും കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന പണവും മെഡിക്കൽ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇനി എങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റുകളാണ് കൊടുക്കുന്നത്, അതാണ് ഇനി നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നമുക്ക് നോക്കാം സിക്നെസ് ബെനിഫിറ്റ് അല്ലെ. അതായത് അസുഖങ്ങൾ വന്നാല് അതിനായിട്ട് കുറച്ച് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട്. കാരണം ഇതൊരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. അതെന്തായാലും സിക്നെസ് ബെനിഫിറ്റ് ഉണ്ടാവും അല്ലെ. പക്ഷെ ഇത് നോട്ട് ചെയ്ത് വെക്കണം. നോക്കിക്കേ, the employee is given at the rate of 70%. അതായത് 70% അപ്ലൈ ചെയ്യാം കേട്ടോ. 70% of the daily average wage for a maximum period of 91 days in 1 year. 91 days-ഉം അണ്ടർലൈൻ ചെയ്യും. അപ്പൊ സിക്നെസ് ബെനിഫിറ്റ് കൊടുക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇനി എത്ര ശതമാനമാണ് കൊടുക്കുന്നത്? ഒരു വർഷത്തില് മാക്സിമം 91 ദിവസം വരെ കേട്ടോ. ഒരു വർഷത്തില് മാക്സിമം ഒരു 91 ദിവസം വരെ എന്താണ് അവരുടെ
പ്രതിദിന ശരാശരി വേതനത്തിന്റെ 70% എന്തായിട്ട് കൊടുക്കുന്നുണ്ട്? സിക്നസ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ESIയുടെ ബെനിഫിറ്റ് ആണ് കേട്ടോ. ESI ആനുകൂല്യമുള്ള വ്യക്തികൾക്ക് ഒരു വർഷത്തില് മാക്സിമം 91 ദിവസമാണ് പറഞ്ഞത്. അറൗണ്ട് ഏകദേശം ഒരു 3 മാസമൊക്കെ നമുക്ക് കൂട്ടാം അല്ലെ. ആ ഒരു 3 മാസ കാലയളവാണ് 91 ദിവസം വരെ എന്താണ് ഈ പ്രതിദിന ശരാശരി വേതനത്തിന്റെ 70% എന്തായിട്ട് കൊടുക്കുകയാണ്? സിക്നസ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ അൺലിമിറ്റഡ് അല്ല, ഒരു വർഷത്തിന് മാക്സിമം എത്ര ദിവസം കിട്ടും? 91 ദിവസം വരെ അവർക്ക് സിക്നസ്, അവർക്ക് അസുഖം വന്നു, അവർക്ക് മാക്സിമം ഒരു വർഷം അവർക്ക് 3 മാസം അവർക്ക് ലീവ് എടുക്കാം. ആ ലീവ് എടുത്തിരിക്കുന്ന സമയത്ത് അവരുടെ പ്രതിദിന ശരാശരി വേതനത്തിന്റെ 70% 70% അവർക്ക് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കും, സിക്നസ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കും. എന്താണ് ഈ പ്രതിദിന ശരാശരി വേതനം എന്ന് പറയുന്നത്? ശരാശരി നിങ്ങൾ കേട്ടിട്ടില്ലേ? ആവറേജ് അല്ലെ. ആവറേജ് എങ്ങനെയാണ് നമ്മൾ കണക്കാക്കാം? ആവറേജ് എങ്ങനെയാണ് നമ്മൾ കണക്കാക്കാം? മൊത്തം അവർക്ക് ലഭിക്കുന്ന വേതനം എത്രയാണ്? മൊത്തം അവർക്ക് ലഭിക്കുന്ന വേതനം, അവര് സമ്പാദിച്ച മൊത്തത്തിലുള്ള വേതനത്തില് അവര് വർക്ക് ചെയ്ത ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. പൊതുവെ നമ്മൾ അങ്ങനെയാണ് ആവറേജ് കണക്കാക്കുക. സം ബൈ നമ്പർ എന്നല്ലേ നമ്മൾ പറയാ. അപ്പൊ ഇവിടെ അതൊന്നും പഠിക്കേണ്ട, മനസ്സിലാക്കി വെക്കാനായിട്ട് ഞാൻ പറയാണ്. പ്രതിദിന ശരാശരി വേതനം എന്നാണ് പറഞ്ഞത്. പക്ഷെ അവര് മൊത്തത്തിൽ എത്ര വേതനം അവര് സമ്പാദിച്ചിട്ടുണ്ട് അതേ ഡിവൈഡ് ബൈ അവര് വർക്ക് ചെയ്ത ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ആ വേതനത്തിന്റെ 70%. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ക്ലിക്കാവും. അതായത് അയാൾ ഒരു 20 ദിവസം വർക്ക് ചെയ്തു വിചാരിക്കാം. 20 ദിവസം വർക്ക് ചെയ്തിട്ട് ഒരു 10,000 രൂപ അയാൾക്ക് കിട്ടി. 20 ദിവസം വർക്ക് ചെയ്തു കേട്ടോ. 10,000 രൂപയാണ് അയാൾക്ക് മൊത്തത്തിൽ വേതനം ലഭിച്ചത്. അപ്പൊ നമ്മള് ഡെയിലി ഈ പറയുന്ന ആവറേജ് വേജ് എങ്ങനെ കണക്കാക്കും? മൊത്തം സമ്പാദിച്ചത് 10,000 രൂപയാണ് അല്ലെ. അപ്പൊ 10,000 ഡിവൈഡഡ് ബൈ എത്ര ദിവസം വർക്ക് ചെയ്തു? 20 ദിവസം വർക്ക് ചെയ്തു. 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 500 കിട്ടും. ഓക്കെ, 500 എന്താണ് നമുക്ക് കിട്ടുന്നത്? പെർ ഡേ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഈ 500ന്റെ 70% അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രതിദിന ശരാശരി വേതനത്തിന്റെ 70%. പെർ ഡേ 500 രൂപയാണ് കിട്ടുക. ആ 500ന്റെ 70% എന്ന് പറയുമ്പോൾ ഏകദേശം 350 രൂപ കിട്ടും പെർ ഡേ. എന്നുവെച്ചാൽ ഒരു ദിവസം അവർ സമ്പാദിച്ചിരുന്ന 500 രൂപയാണെങ്കിൽ അവർക്ക് സിക്നസ് ബെനിഫിറ്റ് ആയിട്ട് അതിന്റെ 70% ഒരു പെർ ഡേ ഒരു ദിവസം 350 രൂപ എന്നുള്ള രീതിയിൽ അവർക്ക് സിക്നസ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടും. മനസ്സിലായോ? പറഞ്ഞത് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇത് ജസ്റ്റ് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. മനസ്സിലായോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? ഞാൻ എന്തെങ്കിലും ചോദിക്കുന്നത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണോട്ടോ. കാരണം നിങ്ങളിലേക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. നിങ്ങളൊന്നും ഓക്കെ പറയുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത്. ശ്രീപ്രഭയ്ക്ക് ക്ലിയർ ആയി നോടി പറയുന്നത്. അതായത് നമ്മള് ഒരു വർഷത്തിന് മാക്സിമം 91 ദിവസം വരെ എന്താണ് അവരുടെ പ്രതിദിന ശരാശരി വേതനത്തിൽ 70% സിക്നസ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഒരാള് 20 ദിവസം വർക്ക് ചെയ്തു. ആ 20 ദിവസത്തെ ജോലി ചെയ്തതിനായിട്ട് 10,000 രൂപയാണ് വേതനമായിട്ട് മൊത്തം വേതനമായിട്ട് കിട്ടിയത്. അപ്പൊ നമ്മൾ പ്രതിദിന ശരാശരി വേതനം എങ്ങനെ കണക്കാക്കും? ശരാശരി എങ്ങനെ കണക്കാക്കുക? മൊത്തം കിട്ടിയ വേതനം എത്രയാണ്? 10,000. അതിനെ ആ വർക്ക് ചെയ്ത എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യും. 20 ദിവസമല്ലേ വർക്ക് ചെയ്തത്, 20 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് എത്ര കിട്ടും അറിയോ? 500 രൂപ കിട്ടും. എന്ന് വെച്ചാൽ പെർ ഡേ ഒരു ദിവസമായിട്ട് 500 രൂപയാണ് കൂടിയായിട്ട് വേതനമായിട്ട് കൊടുത്തിരുന്നത് ആണല്ലോ. ആ പ്രതിദിന ശരാശരി വേതനത്തിന്റെ 70% എന്ന് പറയുമ്പോൾ 500ന്റെ 70%. 500 ഇത് 70/100 ചെയ്താൽ നമുക്ക് 350 കിട്ടും. ഓക്കെ, അപ്പൊ ഒരു ദിവസം നമുക്ക് 350 രൂപ അത് സിക്നസ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നു. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, എംപ്ലോയീസ് ഗിവൺ അറ്റ് ദ റേറ്റ് ഓഫ് 70% ഓഫ് ദ ഡെയിലി ആവറേജ് വേജ് ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് 91 ഡേയ്സ്. ഒരു വർഷത്തിന് മാക്സിമം 91 ദിവസമേ കിട്ടുള്ളൂ. ഓക്കെ, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് ബെനിഫിറ്റ് നോക്കാം. എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ്. അപ്പൊ നമ്മളിപ്പോ സിക്നസ് ബെനിഫിറ്റ് പറഞ്ഞില്ല, അതിന് ചെറിയൊരു എക്സ്റ്റൻഷൻ കുറച്ചും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. എന്താന്നൊക്കെ ഇൻ ദ കേസ് ഓഫ് ഡിസീസ്, അത് എല്ലാത്തിനും അല്ല, ചില പ്രത്യേക അസുഖങ്ങൾക്ക് അവർ എടുത്തു പറയുന്നുണ്ട്. ആ അസുഖങ്ങളൊന്നും ഇതിനെ ഒട്ടേക്ക് വെക്കാം കേട്ടോ. ഇൻ ദ കേസ് ഓഫ് ഡിസീസസ് ലൈക്ക് ട്യൂബർകുലോസിസ് എന്താണ്? TB ആണ് കേട്ടോ. ക്ഷയരോഗം ഇല്ലേ? ക്ഷയരോഗം. ഓക്കെ, ലെപ്രസി കുഷ്ഠരോഗം കേട്ടോ. കുഷ്ഠരോഗം, അതുപോലെ ഫ്രാക്ചർ എന്തെങ്കിലും നമ്മൾ എല്ലുടിയോ ഇനി കൈകാലും പൊടിയോ അങ്ങനെയൊക്കെ സംഭവിക്കാം. അതുപോലെ തന്നെ മാലിഗ്നൻസി എന്ന് വെച്ചാൽ വളരെ സിവിയർ ആയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും പരിക്കുകൾ കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ദ സിക്നസ് ബെനിഫിറ്റ് എക്സ്റ്റെൻഡഡ് ടു 2 years. അതും എത്ര പെർസെന്റേജ് വേതനം കൊടുക്കുന്നറിയോ? 80% ഓഫ് ദ വേജസ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ സിക്നസ് ബെനിഫിറ്റ് എന്താ? ഒരു വർഷത്തില് മാക്സിമം 91 ദിവസം വരെ
ഡെയിലി ഇതിന്റെ വേതനത്തിന്റെ 70%. ഇനി ഈ പറയുന്ന അസുഖങ്ങൾക്ക് ഇപ്പൊ ക്ഷയരോഗം, കുഷ്ഠം, അല്ലെങ്കിൽ ഫ്രാക്ചർ, സിവിയർ ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് അത്തരം കേസുകൾക്ക് 2 വർഷം വരെ, ഓക്കെ, 2 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. സിക്നസ് ബെനിഫിറ്റ് കൊടുക്കും. അത് എത്ര ശതമാനം കൊടുക്കുന്ന പറയുന്നത് 80% അവർക്ക് കൊടുക്കുന്നതാണ് പറയുന്നത് കേട്ടോ, ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക്. ഓക്കെ, ക്ലിയർ ആണല്ലോ, മനസ്സിലായില്ലേ? ആണല്ലോ. അടുത്തതാണ് എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് കേട്ടോ. ആർക്കെങ്കിലും മനസ്സിലാവാമെങ്കിൽ ഉണ്ടെങ്കിൽ പറഞ്ഞോ കേട്ടോ, അതൊന്നും ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട. ക്ലിയർ ആയില്ലെങ്കിൽ ചോദിച്ചോ, അതിലൊരു മടി വിചാരിക്കേണ്ട കേട്ടോ. അടുത്തതാണ് എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ്. കുറച്ചും കൂടി ഒരു മെച്ചപ്പെട്ട എന്താണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നു. ഫസ്റ്റ് ഏതാ? സിക്നസ് ബെനിഫിറ്റ് ആണ്. സിക്നസ് ബെനിഫിറ്റ് ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ ഒന്ന് ലാസ്റ്റ് ഒന്നും കൂടെ പറയാം കേട്ടോ, കാര്യം അതുമ്പോൾ തന്നെ നമുക്ക് പിടിച്ചു നിന്ന നമ്മുടെ ക്വസ്റ്റ്യൻസ് നീങ്ങില്ല. പറഞ്ഞു തരാം ലാസ്റ്റ്, ഈ ക്ലാസ്സിന്റെ ലാസ്റ്റ് ഞാൻ പറയാം. കാര്യം അറിയാലോ, പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കേട്ടോ, പറയാം കേട്ടോ ലാസ്റ്റ്. അടുത്തതാണ് എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് കേട്ടോ, കുറെ കൂടെ മെച്ചപ്പെട്ട സിക്നസ് ബെനിഫിറ്റ് ആണ്. Up to 7 days for the male beneficiaries and 40 days for female beneficiaries in the event of sterilization. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ ഉദ്ദേശിക്കുന്നത്? വന്ധ്യംകരണമാണ് കേട്ടോ. വന്ധ്യംകരണം ചെയ്യില്ലേ, മാസ്റ്റക്ടമി, ട്യൂബക്ടമി എന്നൊക്കെ പറയുന്ന സംഭവം. അത് വന്ധ്യംകരണ ശസ്ത്രക്രിയകൾക്കൊക്കെ ആണെങ്കിൽ മെയിൽ ബെനിഫിഷ്യറീസ്, അതായത് പുരുഷന്മാർക്കാണെങ്കിൽ 7 ദിവസം വരെയും സ്ത്രീകൾക്കാണെങ്കിൽ ഒരു 14 ദിവസം വരെയും സിക്നസ് ബെനിഫിറ്റ് കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. അത്ര പെർസെന്റേജ് എന്ന് പറയുന്നില്ല, പക്ഷെ അറിവ് ശരിയാണെങ്കിൽ 100% കൊടുക്കാറുണ്ട് കേട്ടോ. മുഴുവൻ വേതനം അവർക്ക് കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം പോലെയല്ല, പണ്ടെന്നൊക്കെ അറിയാലോ, ഒരു കുടുംബത്തിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും, അംഗസംഖ്യ കൂടുതലായിരിക്കും അല്ലെ. ഇങ്ങനെ ഒരു ബെനിഫിറ്റ് കൊടുക്കുന്നതിന്റെ പിറകിൽ വേറൊരു കാര്യം കൂടെയുണ്ട്. ഫാമിലി പ്ലാനിങ് ചെയ്യാനും അതുപോലെ പോപ്പുലേഷനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ബെനിഫിറ്റുകൾ കൊടുക്കുന്നത് കേട്ടോ. ട്യൂബക്ടമി, വാസക്ടമി ഒക്കെ അന്ന് പണ്ട് വന്ധ്യംകരണ ശസ്ത്രക്രിയകളൊക്കെ ചെയ്യാറുണ്ട്. കാരണം ഈ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഇന്ന് പക്ഷെ അങ്ങനെ ഒരു വിഷയം വരുന്നില്ല. ഇന്നിപ്പോ എന്താണ്, വീട്ടിലെ കൂടി പറഞ്ഞ 1-2 കുട്ടികൾ അത്രയേ ഉള്ളൂ അല്ലെ. അപ്പൊ ആ ഒരു കൺട്രോൾ ഉണ്ട്. പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് ഇപ്പോഴും ഉണ്ട്. വന്ധ്യംകരണ ശസ്ത്രക്രിയകൾ അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ പുരുഷന്മാർക്ക് ഒരു 7 ദിവസം വരെയും, അതുപോലെ സ്ത്രീജനങ്ങൾക്കാണെങ്കിൽ ഒരു 14 ദിവസം വരെയും സിക്നസ് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്ര പെർസെന്റേജ് എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ അറിവ് ശരിയാണെങ്കിൽ 100% അവർക്ക് ബെനിഫിറ്റ് കൊടുക്കും. കാരണം ഈ സ്റ്റെറിലൈസേഷൻ ഒക്കെ ചെയ്യുമ്പോൾ അതിനെ റിക്കവർ ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും, റിക്കവറി ടൈം എടുക്കും. അതുകൊണ്ടാണ് അവർ 7 ദിവസവും 14 ദിവസത്തെ സ്ത്രീകൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതൊക്കെ ESI ആനുകൂല്യങ്ങളാണ്. അടുത്തതാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ്, പ്രസവാനുകൂല്യം കേട്ടോ. പ്രസവാനുകൂല്യം അവിടെ ശ്രദ്ധിക്കുക. at the rate of full wages for a period of 180 days in case of pregnancy and 6 weeks in the event of miscarriage or MTB. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. മെറ്റേണിറ്റി ബെനിഫിറ്റ് എങ്ങനെയാണ് കൊടുക്കുന്നത്? at the rate of full wages, അതായത് 100% വേജസ് കൊടുക്കും. പ്രഗ്നൻസി കേസിൽ കേട്ടോ, അതായത് പ്രഗ്നൻസി കേസിലാണെങ്കിൽ ഒരു 180 ദിവസം വരെ, 180 ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 4-4.5 മാസമൊക്കെയാണ് കേട്ടോ. അപ്പോ ആ ഒരു പ്രഗ്നൻസി കേസിലാണെങ്കിൽ ഒരു 180 ദിവസം വരെ ഫുൾ വേജസ് ആണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 6 weeks in the event of miscarriage or MTP. മിസ്കാരേജ് എന്ന് വെച്ചാൽ അബോർഷൻ ഒക്കെ ആവില്ലേ, അബോർഷൻ ആവാം. അതുപോലെ MTP നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാം. അബോർഷൻ ഒക്കെ സംഭവിക്കുന്ന കേസിലാണെങ്കിൽ 6 ആഴ്ച വരെ കേട്ടോ, 6 ആഴ്ച വരെയും ഈ പറയുന്ന ബെനിഫിറ്റ് കൊടുക്കാറുണ്ട്. ഫുൾ വേജസ് ബെനിഫിറ്റ് സ്ത്രീകൾക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. ഫുൾ എമൗണ്ട് അവർക്ക് കൊടുക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. പ്രഗ്നൻസിക്ക് ആണെങ്കിൽ 180 ദിവസം വരെ, മിസ്കാരേജ് ഓർ MTPക്ക് ആണെങ്കിൽ 6 ആഴ്ച വരെ കൊടുക്കും കേട്ടോ, ബെനിഫിറ്റ് കൊടുക്കും. അത് ഫുൾ വേജസ് ബെനിഫിറ്റ്. അടുത്തതാണ് ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് അല്ലെ, വൈകല്യങ്ങൾക്കുള്ള ആനുകൂല്യം എന്ന് പറയുന്നത്. അതായത് ടെമ്പററി, അത് ഒന്ന് നോട്ട് ചെയ്യുന്നേ, ടെമ്പററി ആണ്. The temporary disabled person is given 90% of the wages in cash during the period of disablement.
ഇതാണ് താൽക്കാലികമായിട്ട് വൈകല്യം വന്നിട്ടുള്ള ആളുകൾ ഇപ്പൊ ചിലപ്പോൾ തൊഴിൽ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ എന്തെങ്കിലും അപകടം പറ്റിയിട്ടൊരു ടെമ്പററി ഡിസേബിൾമെന്റ് വരെയാണ്. താൽക്കാലികമായിട്ട് എന്തെങ്കിലും വൈകല്യങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ആ വൈകല്യം സംഭവിച്ച വ്യക്തി ESI ആനുകൂല്യത്തിന്റെ എലിജിബിൾ ആണെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് ആ ഒരു വൈകല്യത്തിന്റെ കാലയളവില് 90% വേതനവും എന്തായിട്ട് കൊടുക്കും? ക്യാഷ് ആയിട്ട് അവർക്ക് കൊടുക്കും കേട്ടോ. ക്യാഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. 90% ഓഫ് ദ വേജസ് ഇൻ ക്യാഷ് എന്നാണ് പറഞ്ഞിട്ട് ആനുകൂല്യമായിട്ട് കൊടുക്കും കേട്ടോ. ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തതാണ് ഫ്യൂണറൽ ബെനിഫിറ്റ്. ഫ്യൂണറൽ എന്ന് അറിയാലോ. ഫ്യൂണറൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ഫ്യൂണറൽ കാര്യങ്ങൾക്കായിട്ട് ശവസംസ്കാരത്തിനൊക്കെ ആയിട്ട് അങ്ങനെയുള്ള ചെലവുകൾക്കൊക്കെ ആയിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കും, ബെനിഫിറ്റ് കൊടുക്കും. നോക്കിക്കേ, the eldest surviving member is given an amount of 15,000 കേട്ടോ. എത്രയാണ്? 15,000, 15,000 കേട്ടോ, ഫോർ ദ ഫ്യൂണറൽ പർപ്പസ്. അതായത് ഈ ഫ്യൂണറൽ കാര്യങ്ങൾക്കായിട്ട് ശവസംസ്കാരത്തിന്റെ ചെലവുകളൊക്കെ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ആ ഒരു കുടുംബത്തിലെ ജീവിച്ചിരിക്കുന്ന മുതിർന്ന അംഗത്തിന് 15,000 രൂപ വരെ ഫ്യൂണറൽ ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കും. എന്ന് പറഞ്ഞാല് ഒരു വ്യക്തി, അദ്ദേഹം ESI എടുത്തിട്ടുള്ള വ്യക്തിയാണ്, ESI ആനുകൂല്യമുള്ള ഒരു വ്യക്തിയാണ് വിചാരിക്കുക. അദ്ദേഹം മരണപ്പെടുകയാണ്. അപ്പൊ അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞാല് പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന മുതിർന്ന വ്യക്തി, ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയാവാം, അല്ല അദ്ദേഹത്തിന്റെ ഭാര്യയാവാം, ആ ഭാര്യയ്ക്ക് ഒരു 15,000 രൂപ ഫ്യൂണറൽ ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കും. ഇതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചെലവുകളൊക്കെ എന്താ പറയാ വഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സഹായം, ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് കൊടുക്കും. 15,000 രൂപ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ മുതിർന്ന അംഗത്തിന് കൊടുക്കും കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത്. എൽഡസ്റ്റ് സർവൈവിംഗ് മെമ്പർ ഈസ് ഗിവൺ ആൻ എമൗണ്ട് ഓഫ് 15,000 ഫോർ ദ ഫ്യൂണറൽ. ക്ലിയർ? അടുത്തതാണ് മെഡിക്കൽ ബെനിഫിറ്റ് കേട്ടോ. അറിയാലോ, ഓൾറെഡി മെഡിക്കൽ ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ടെന്ന് അറിയാം. നോക്കുക, member of the worker gets the medical cover that include the outdoor treatment, specialist services, ambulance services and indoor services. മെഡിക്കൽ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ കുറേയും കൂടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ് കൊടുക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ESI ആനുകൂല്യമായിട്ടുള്ള വ്യക്തികൾക്കും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. എന്തിനൊക്കെയുള്ള നോക്കിയേ, കുറെ കൂടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ്, വിപുലമായിട്ടുള്ള ബെനിഫിറ്റ് ആണെന്ന് പറയാൻ കാരണം കുറെ കാര്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഒന്ന്, ഇൻക്ലൂഡ് ദ ഔട്ട്ഡോർ ട്രീറ്റ്മെന്റ്, അതായത് ഇപ്പൊ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ചെലവുകൾ. അതുപോലെ സ്പെഷ്യലിസ്റ്റ് സർവീസസ്, അതായത് ഇപ്പൊ ഒരു സ്പെഷ്യലൈസ്ഡ് ഡോക്ടറെ കാണുന്നത്, ഒരു കാർഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു പൾമണോളജിസ്റ്റ്, അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണുന്നതിനുള്ള ചെലവുകൾ. ആംബുലൻസ് സർവീസസ്, അതായത് ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഷിഫ്റ്റിങ്ങിനായിട്ടുള്ള ആംബുലൻസിന്റെ സർവീസുകൾ. പിന്നെ ഇൻഡോർ സർവീസ്. ഇൻഡോർ എന്ന് വെച്ചാൽ ഇൻപേഷ്യന്റ് ആണ്, അതായത് നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന ചടങ്ങുകളൊക്കെ നിർവഹിക്കാനായിട്ടുള്ള മെഡിക്കൽ ബെനിഫിറ്റ്. അപ്പൊ അത് കേട്ടപ്പോ മനസ്സിലായി, കുറെ കൂടെ വിപുലമായിട്ടുള്ള ഒരു മെഡിക്കൽ ബെനിഫിറ്റ് ആണ് ESI കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയാണ് നമ്മൾ പഠിക്കുന്ന ആനുകൂല്യം. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ സിക്നസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിരുന്നത് ഒരു വർഷത്തില് മാക്സിമം ഒരു 91 ദിവസം വരെ പ്രതിദിന ശരാശരി വേതനത്തിന്റെ 70% സിക്നസ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇനി എക്സ്റ്റൻഡഡ് സിക്നസ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് പ്രത്യേക രോഗങ്ങൾ, അത് എടുത്തു പറയുന്നുണ്ട്. കുഷ്ഠരോഗം അല്ലെങ്കിൽ ക്ഷയരോഗം, ഫ്രാക്ചർ, മറ്റെന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഒരു 2 വർഷം വരെയും സിക്നസ് ബെനിഫിറ്റ് നീട്ടി കൊടുക്കാറുണ്ട്. അത് 80% ബേസിസ് കൊടുക്കുന്നുണ്ട്. എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ കുറെ കൂടെ മെച്ചപ്പെട്ട രോഗാനുകൂല്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വന്ധ്യംകരണ ശസ്ത്രക്രിയക്കാണ് അവർ ഉദ്ദേശിക്കുന്നത്. പുരുഷന്മാർക്കാണെങ്കിൽ 7 ദിവസം വരെയും സ്ത്രീജനങ്ങൾക്കാണെങ്കിൽ 14 ദിവസം വരെയും എന്ത് കൊടുക്കാറുണ്ട്? എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് കൊടുക്കാറുണ്ട്. ഓക്കെ, പിന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ് അറിയാലോ. പ്രഗ്നൻസി കേസ് ആണെങ്കിൽ 180 ദിവസം വരെ ഫുൾ വേജസ് ആണ് കൊടുക്കുന്നത്, 100% കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മിസ്കാരേജ് ഓർ FGT ആണെങ്കിൽ 6 ആഴ്ച വരെയും ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡിസേബിൾമെന്റ് അറിയാലോ, താൽക്കാലികമായിട്ട് വൈകല്യം വന്ന വ്യക്തികൾക്ക് ആ വൈകല്യത്തിന്റെ കാലയളവില് ഒരു 90% വേതനം അവർക്ക് ബെനിഫിറ്റ് ആയിട്ട് ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഫ്യൂണറൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ESI ആനുകൂല്യമുള്ള വ്യക്തി മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ജീവിച്ചിരിക്കുന്ന മുതിർന്ന വ്യക്തിക്ക് 15,000 രൂപ ഫ്യൂണറൽ ബെനിഫിറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. മെഡിക്കൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ESI എടുത്ത വ്യക്തിക്കും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും വളരെ വിപുലമായിട്ടുള്ള ആനുകൂല്യങ്ങളാണ് കൊടുക്കുന്നത്. ഔട്ട്ഡോർ കൺസൾട്ടേഷനും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനങ്ങൾക്കും ആംബുലൻസ് സേവനങ്ങൾക്കും
ഇനി ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ട അഡ്മിറ്റ് ചെയ്യപ്പെട്ടാണുള്ള ചെലവുകൾക്കൊക്കെ എല്ലാം കവറേജ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇതോടുകൂടി നമ്മുടെ ESI അവസാനിക്കുകയാണ് കേട്ടോ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് പല രീതിയിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എല്ലാവർക്കും ക്ലിയർ അല്ലേ ഇത് ESI? ഇനി നോക്കാം കേട്ടോ. ഹൗ ടു കാൽക്കുലേറ്റ് ESI വിത്ത് ആൻ എക്സാമ്പിൾ. ഒരു ESI കാൽക്കുലേഷൻ നമുക്കൊക്കെ കാണും. ഇതൊന്ന് ജസ്റ്റ് അറിഞ്ഞു വെച്ചോളൂ. അത് ഞാൻ ചെറിയൊരു ഹോംവർക്ക് പോലെ നിങ്ങൾക്ക് തരാം. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ അത് ചെയ്ത് വരണം, ഞാൻ ചോദിക്കും കേട്ടോ. അപ്പൊ നോക്കുക, ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതിന് നമ്മൾ ഏത് പോയിന്റ് പഠിച്ചു വെക്കണം? എംപ്ലോയീസിന്റെ എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ പഠിച്ചു വെക്കണം. അത് വെച്ചിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. എംപ്ലോയീസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 0.75% ആണ്. എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 3.25%. അത് മനസ്സിലുണ്ടാവണം കേട്ടോ. അത് വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കാം. Let's see the calculated wages as per the ESI Act 1948 is INR 20,000 കേട്ടോ. ലിമിറ്റ് ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞില്ലേ 21,000 രൂപയ്ക്ക് താഴെയുള്ളവർക്ക് ESI ആനുകൂല്യം കിട്ടുള്ളൂ അല്ലെ. അപ്പൊ 20,000 രൂപയ്ക്കുള്ള ഒരു ESIയുടെ കാൽക്കുലേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നോക്കിക്കേ, then the contribution will be calculated using the ESI calculation formula as below. നോക്കിക്കേ, particulars calculation ആദ്യം നോക്കിയേ, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ. എംപ്ലോയർ തൊഴിലുടമയുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ് നമ്മൾ പറഞ്ഞത്? 3.25% ആണ് അല്ലെ. പഠിച്ചില്ലേ നേരത്തെ? അപ്പൊ എത്രയാ വരിക? 20,000ന്റെ 3.25 അല്ലെ. അപ്പൊ 20,000 into 3.25 divided by 100. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 650 കേട്ടോ. 650 കിട്ടും. ഇനി എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ, തൊഴിലാളികൾ എത്രയാണ് നമ്മൾ പറഞ്ഞേ? 0.75% അല്ലേ. ഓക്കെ, അത് അറിഞ്ഞാലേ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ 20,000 into 0.75% divided by 100 കേട്ടോ. എത്ര കിട്ടും? 150. ടോട്ടൽ കോൺട്രിബ്യൂഷൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. എത്ര വരും? 800 അല്ലെ. 800 ആണ് വരും. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്തൂടെ? അപ്പോ ഞാൻ നിങ്ങൾക്കൊരു എമൗണ്ട് തരും. ഇപ്പൊ വേണ്ട കേട്ടോ, അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങൾ അതൊന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. ഒരു 15,000 നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. 15,000, 50 അല്ല കേട്ടോ, 15. 50 കിട്ടുമോ? കിട്ടില്ല അല്ലെ. ലിമിറ്റ് ഉണ്ട്. 15,000 കേട്ടോ. 15,000 രൂപയുടെ ഒരു ESI നിങ്ങളുടെ ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് വെക്കണം കേട്ടോ. ഞാൻ അടുത്ത ക്ലാസ്സിൽ ചോദിക്കും, നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ഇതിൽ നിന്ന് 3 തരത്തിൽ ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. 3 തരത്തിൽ ക്വസ്റ്റ്യൻസ് വരാം. ചിലപ്പോ എന്തെങ്കിലും ഒരു എമൗണ്ട് തന്നിട്ട് നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാം ടോട്ടൽ കോൺട്രിബ്യൂഷൻ ടു ESI കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന പെർസെന്റേജ് കാണുന്നില്ലെങ്കിൽ തെറ്റിപ്പോകും. ഇല്ല, അതൊരു ക്വസ്റ്റ്യൻ. ഇനി വേറെ രീതിയിൽ ചോദിക്കാം, എംപ്ലോയറിന്റെ മാത്രം കോൺട്രിബ്യൂഷൻ എത്രയാണ്? അങ്ങനെ വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം. എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? അപ്പൊ ചോദ്യം ശ്രദ്ധിക്കണം, ടോട്ടൽ കോൺട്രിബ്യൂഷൻ അല്ല ചോദിച്ചത്, തൊഴിലുടമയുടെ മാത്രം കോൺട്രിബ്യൂഷൻ ആണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന തുകയെ എംപ്ലോയറിന്റെ പെർസെന്റേജ് എത്രയാ? 3.25. അത് മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് ആ എമൗണ്ട് ഇവിടെയാണെങ്കിൽ 650 ആയിരിക്കും. ഇനി തിരിച്ചും ചോദിക്കാം, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ആയിരിക്കും ചിലപ്പോൾ എടുത്ത് ചോദിക്കാം, തൊഴിലാളികളുടെ. അപ്പൊ എന്ത് ചെയ്യാം? 0.75% വെച്ച് ചെയ്യാം. അത് മാത്രമായിരിക്കും ആൻസർ ഉണ്ട് കേട്ടോ. ടോട്ടൽ ചോദിക്കുകയാണെങ്കിൽ രണ്ടും കൂടെ കണ്ടുപിടിച്ച് ആഡ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ എംപ്ലോയിയുടെ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കും കേട്ടോ. അപ്പൊ അത് തെറ്റിപ്പോകരുത്. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം ആൻസർ എഴുതാൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ശരി, അപ്പൊ നമുക്ക് അടുത്തയിലോട്ട് പോകാം. നെക്സ്റ്റിലോട്ട് പോകും. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം കേട്ടോ. അടുത്ത നമ്മൾ പഠിക്കാം. ESIനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചില്ലേ? ESIനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഇനി നമുക്ക് മറ്റൊരു നമുക്ക് പഠിക്കാം. ഏതാണത്? സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം ആണ് കേട്ടോ. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം അഥവാ CGHS എന്നാണ് കേട്ടോ. ഷോർട്ട് ആക്കി നമ്മൾ പറയാം CGHS കേട്ടോ. നോക്കാം എന്താണ് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം അഥവാ CGHS. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് introduced by the government of India is currently in effect. അതായത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ എന്നാൽ ഇപ്പൊ നിലവിലുള്ളതിലും ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് എന്ന് പറയുന്നത് CGHS കേട്ടോ. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. എന്നാൽ ഇപ്പൊ നിലവിലുള്ളതാണ്. ഓക്കെ, നിലവിൽ ഇപ്പൊ ഇഫക്റ്റിലുള്ളതാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളൊരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഏതാണെന്ന് ചോദിച്ചാൽ അത് CGHS ആണ് കേട്ടോ. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമാണ്. അത് മനസ്സിലാക്കിയിരിക്കാം. അടുത്ത പോയിന്റ് നോക്കിയേ, ദ സ്കീം വിച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി ഇയർ 1954
24 provides health insurance coverage to the central government employees and pensioners. അത് രണ്ടും ഇമ്പോർട്ടന്റ് പോയിന്റ്. ഏത് വർഷമാണ് CGHS ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1954, 1954. ESA ഏത് വർഷമാണ്? 1948. CGHS ഏത് വർഷമാണ്? 1954 അല്ലെ? പിന്നെ ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാവും സെൻട്രൽ ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ആരുദ്ദേശിച്ചിട്ടായിരിക്കും ഈ സ്കീം എന്ന് അറിയാമോ? സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനെ പെൻഷനേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് കേട്ടോ. കേന്ദ്ര ഗവൺമെന്റ് ജോലിക്കാരില്ലേ? കേന്ദ്ര ഗവൺമെന്റ് ജോലിക്കാര് അത് പെൻഷൻ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെയുള്ള അവര് ഫോക്കസ് ചെയ്യുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ്. ആ പേരിൽ തന്നെ നമുക്ക് കിട്ടും സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമാണ്. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനെയാണ് അത് കൂടുതൽ അങ്ങനെയുള്ളവർക്കാണ് ഈ ബെനിഫിറ്റ് കൊടുക്കുന്നത് കേട്ടോ. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ടു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. അത്രേ ഉള്ളൂ അതിനകത്ത് പഠിക്കാൻ കേട്ടോ. പിന്നെ നോക്കിയേ, the larger volume of beneficiaries connected with this scheme makes it a distinctive one. അതായത് ഒരുപാട് ആളുകൾ ഇതിന്റെ ഒരു ബെനിഫിറ്റ് ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ്. അതാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത്. കാരണം ഒത്തിരി ആളുകൾക്ക് ഇതിന്റെ ഒരു എന്താ പറയാ പ്രയോജനം ലഭിക്കുന്നുണ്ട്. അതാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത്. ഓക്കെ, this scheme accompanies a range of benefits to provide extensive coverage to the government employees or pensioners and their families. അത് വന്നിട്ട് ഈ പറയുന്ന സ്കീം ഉണ്ടല്ലോ, അത് സെൻട്രൽ ഗവൺമെന്റ് തൊഴിലാളികൾക്കും പെൻഷനേഴ്സിനും വളരെ വിപുലമായിട്ടുള്ള വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒത്തിരി ആനുകൂല്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ESI പഠിച്ചപ്പോൾ ESIയുടെ കുറെ ബെനിഫിറ്റുകൾ നമ്മൾ പഠിച്ചില്ലേ, സെക്കൻഡ് എക്സ്റ്റൻഡ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ. എന്നതുപോലെ CGHSന്റെ ബെനിഫിറ്റുകൾ നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇവിടെ പഠിച്ച പോയിന്റ് നിങ്ങൾ പഠിക്കാനുള്ള പോയിന്റ് ഇത്രയേ ഉള്ളൂ. CGHSന്റെ ഫുൾ ഫോം ആദ്യം പഠിച്ചു വെക്കുക, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൽ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഏതാണ്? ഓപ്ഷൻ അത് ESI എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ട്. പക്ഷെ ഇതിൽ പറയുന്നത് ഓൾഡസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിനായിട്ട് പറയുന്നത് CGHS എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ESI 1948 ഉള്ളതാണല്ലോ, പിന്നെ എന്താണ് അതൊരു സെൻട്രൽ ഗവൺമെന്റ് സ്കീമാണ് കേട്ടോ. അപ്പൊ അത് പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ ഇത് ആരെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് പെൻഷനേഴ്സിനാണ്. അതുപോലെ ഏത് വർഷമാണ്? 1964. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നമ്മൾ പഠിക്കാനുള്ളത് അതിന്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ്. ബെനിഫിഷ്യറി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഗുണഭോക്താക്കൾ അല്ലെ, ആർക്കൊക്കെയാണ് ഇതിന്റെ പ്രയോജനം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു കാര്യം നമുക്കറിയാം, സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് പെൻഷനേഴ്സിനാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടണമെന്ന് അറിയാം. പക്ഷെ ഇതിൽ എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ല. ചില എലിജിബിൾ ക്രൈറ്റീരിയാസ് ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് തന്നെ കിട്ടൂല. എല്ലാവർക്കും കൊടുക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില കണ്ടീഷൻസ് എലിജിബിലിറ്റി ഉണ്ട്. ആ ഒരു എലിജിബിൾ ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് തന്നെയാണ് അത് കൊടുക്കുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് പഠിച്ചു വെക്കണേ, ആരൊക്കെയാണ് അതിന്റെ ഗുണഭോക്താക്കൾ കേട്ടോ, ബെനിഫിഷ്യറീസ്. ഒന്നാമത്തെ എന്താണ്? ഓൾ സെൻട്രൽ ഗവൺമെന്റ് സർവൻസ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എല്ലാ സെൻട്രൽ ഗവൺമെന്റ് സർവൻസിനും ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് പെൻഷനേഴ്സ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ്, അതായത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് പെൻഷൻ ആയിട്ടുള്ള ആളുകളും അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ ഫാമിലി മെമ്പേഴ്സ്. ഓക്കെ, പിന്നെ വരുന്നത് നമ്മുടെ എന്താണ് ഹോണറബിൾ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ്. പാർലമെന്റിൽ അംഗങ്ങളുണ്ടല്ലോ അവർക്ക് കേട്ടോ, അവർക്കൊക്കെ ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. അതുപോലെ ഹോണറബിൾ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, നമ്മുടെ എന്താ പറയാ സുപ്രീം കോടതി ജഡ്ജിമാര്. പിന്നെ ഈ പറയുന്ന എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ഓഫ് ഓട്ടോനോമസ് ബോഡീസ് കവേർഡ് അണ്ടർ CGHS കേട്ടോ. അതായത് ഈ പറയുന്ന ഓട്ടോനോമസ് ബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം ഭരണ സ്ഥാപനങ്ങൾ കേട്ടോ. സ്വയം ഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ അവര് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ്. അതായത് ആരെ ആശ്രയിക്കുന്നില്ല. ഫിനാൻഷ്യലി അവർ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വയം ഭരണ അധികാരമുള്ള സ്ഥാപനങ്ങളാണ്. എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ IIT ഒക്കെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇല്ല, IIT. അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് NIT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. അതൊക്കെ ഈ പറയുന്ന ഓട്ടോണോമസ് ഓർഗനൈസേഷൻ ആണ് കേട്ടോ. സ്വയം ഭരണ അധികാരമുള്ള എന്നാൽ CGHSന്റെ പരിധിയിൽ വരുന്ന ഓർഗനൈസേഷൻസ് ആണ്. അപ്പൊ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിനും പെൻഷനേഴ്സിനും ഇതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് ഫോർമൽ ജഡ്ജസ് ഓഫ്
ഹോണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആൻഡ് ഹോണറബിൾ ഹൈക്കോർട്ട്, നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിമാരില്ലേ, അവർക്കൊക്കെ ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കും. അതുപോലെ ഫ്രീഡം ഫൈറ്റേഴ്സ് കേട്ടോ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ വരുന്നത് എംപ്ലോയീസ് ഓഫ് ദ റെയിൽവേ ബോർഡ്. റെയിൽവേ അറിയാം, സെൻട്രൽ ഗവൺമെന്റ് ആണല്ലോ. റെയിൽവേ ബോർഡ്, റെയിൽവേയിലുള്ള ജോലിക്കാർക്ക് അവിടെ ഒരു കോമ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. റെയിൽവേ ബോർഡ് കഴിഞ്ഞിട്ട് ഒരു കോമ ഇടണം കേട്ടോ. അടുത്തത് നെക്സ്റ്റ് പോയിന്റ് ആണ്. ജേർണലിസ്റ്റ് എന്ന് തുടങ്ങുന്നത് അടുത്ത പോയിന്റ് ആണ് കേട്ടോ. ഒരുമിച്ച് വായിക്കരുത്, രണ്ട് പോയിന്റ് ആണ്. എംപ്ലോയീസ് ഓഫ് ദ റെയിൽവേ ബോർഡ് കഴിഞ്ഞിട്ട് ഒരു കോമ ഇടാം. ജേർണലിസ്റ്റ് ഹു ആർ മെമ്പേഴ്സ് ഓഫ് ദ പ്രസ് അസോസിയേഷൻ, പ്രസ് അസോസിയേഷനിലെ അംഗങ്ങളായിട്ടുള്ള ജേർണലിസ്റ്റുകൾ. അതുപോലെ തന്നെ സിവിലിയൻ എംപ്ലോയീസ് ഓഫ് ഡിഫൻസ്, നമ്മുടെ ഡിഫൻസ് ഉണ്ടല്ലോ, ആർമഡ് ഫോഴ്സ് അല്ല, ആർമി, ഇന്ത്യൻ ആർമി ഉണ്ടല്ലോ, ആ ഒരു ഡിഫൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന സിവിലിയൻ എംപ്ലോയീസ്. സിവിലിയൻ എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ആർമഡ് ഫോഴ്സിന്റെ ഭാഗമല്ല, അതായത് പട്ടാളക്കാരല്ല ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഡിഫൻസിന്റെ പല തസ്തികകളിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാരുണ്ട് എന്ന് പറഞ്ഞ ക്ലർക്കുമാരൊക്കെ ഉണ്ട്, ക്ലർക്കുകള്, പിന്നെ ഈ പറയുന്ന കുക്ക്, പാചകക്കാര്, ഡ്രൈവർമാര്, പിന്നെ ഡോക്ടർമാര്, നഴ്സുമാര്, സർജന്മാര്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഇല്ലേ. അതുപോലെ എഞ്ചിനീയർമാര് ഡിഫൻസിലാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷെ അവർ ആർമഡ് ഫോഴ്സിന്റെ ഭാഗമല്ല. പട്ടാളക്കാരെ പോലെ അങ്ങനെ ചെയ്യേണ്ട അവർക്ക്. പക്ഷെ ഡിഫൻസിന്റെ മറ്റു പല തസ്തികകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ക്ലർക്കുമാര്, എഞ്ചിനീയർമാര്, കുക്കുകള്, ഡ്രൈവർമാര്, ഡോക്ടർമാര്, സർജന്മാര്, അവരൊക്കെയാണ് നമ്മൾ സിവിലിയൻ എംപ്ലോയീസ് ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത് കേട്ടോ. അവർക്കൊക്കെ ഈ പറയുന്ന ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ട് കേട്ടോ. എന്തിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്? CGHSന്റെ ബെനിഫിഷ്യറീസ് ആണ്, ഗുണഭോക്താക്കളാണ്. ക്ലിയർ ആയോ? ആരൊക്കെയാണെന്ന് മനസ്സിലായോ? എല്ലാ സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാർക്ക്, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ പെൻഷൻ പറ്റിയ ആൾക്കാർ, അവരുടെ ഫാമിലി മെമ്പേഴ്സിനും, പാർലമെന്റിലെ അംഗങ്ങൾക്ക്, സുപ്രീം കോടതി ജഡ്ജിമാർക്ക്, അതുപോലെ സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിമാർക്ക്, പിന്നെ എന്താ പറയാ, ഓട്ടോണോമസ് ഓർഗനൈസേഷൻ, സ്വയംഭരണാധികാര സ്ഥാപനങ്ങളിലെ വർക്കേഴ്സിന്, ഫ്രീഡം ഫൈറ്റേഴ്സിന്, റെയിൽവേ ബോർഡ് ഉദ്യോഗസ്ഥർക്ക്, പിന്നെ പ്രസ് അസോസിയേഷൻ അംഗങ്ങളാക്കിയ ജേർണലിസ്റ്റിന്, ഡിഫൻസിലെ സിവിലിയൻ എംപ്ലോയീസിനൊക്കെ CGHS ബെനിഫിഷ്യറീസ് ആണ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. താഴെ തന്നിട്ടുണ്ടെങ്കിൽ CGHSന്റെ ബെനിഫിഷ്യറീസിൽ ഉൾപ്പെടുന്നത് ആരാണ്? അപ്പൊ എല്ലാം വായിച്ചതൊക്കെ ഏകദേശം ഒരുപോലെ തോന്നും. അപ്പോഴൊക്കെയാണ് തെറ്റ് വരുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, ആർക്കൊക്കെയാണ്. ക്ലിയർ ആണല്ലോ? അടുത്തത് കേട്ടോ, under the scheme the eligible central government employees can get the following health insurance benefit. നമ്മൾ ഈ സൈഡ് ബെനിഫിറ്റുകൾ പഠിച്ചില്ലേ, എന്തൊക്കെ ബെനിഫിറ്റ് ആണെന്നുള്ളത്. എന്നതുപോലെ നമുക്ക് CGHSന്റെ ബെനിഫിറ്റുകൾ പഠിക്കാനുണ്ട് കേട്ടോ. ഈ ഒരു CGHS സ്കീം പ്രകാരം എലിജിബിൾ ആയിട്ടുള്ള, യോഗ്യരായിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് താഴെ പറയുന്ന ആനുകൂല്യങ്ങളൊക്കെയാണ് ലഭിക്കുന്നത് കേട്ടോ. എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് നോക്കിയൊക്കെ. ഒന്നാമത്തെ പറയുന്നത് കവർ ഫോർ PPF, ട്രീറ്റ്മെന്റ് ആൻഡ് ദ ഇഷ്യൂവൻസ് ഓഫ് മെഡിസിൻസ്, കേട്ടോ. കവർ ഫോർ PPF, PPFന്റെ ഫുൾ ഫോം എന്താണ്? പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. PF നമ്മൾ പഠിച്ചില്ല, അതാണ് കേട്ടോ, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ആണ്. അപ്പോൾ PPFനുള്ള കവറേജ് ലഭിക്കും. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണ് അദ്ദേഹം, പക്ഷെ അദ്ദേഹം വന്നിട്ട് CGHSന് എന്താ പറയാ, CGHS ഇല്ലാണ്ട്, അതായത് ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമിന്റെ ഭാഗമല്ല, പക്ഷെ അദ്ദേഹം PFന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ PFൽ ഉണ്ടെന്ന് വിചാരിക്കും. PF ഉണ്ട് അദ്ദേഹത്തിന്, ഒരു PF എന്താ പറയാ, PF അക്കൗണ്ട് ഹോൾഡർ ആണെന്ന് ഇരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് മെഡിക്കൽ കവറേജ് കിട്ടുന്നു. അതായത് അദ്ദേഹം CGHSന്റെ സ്കീമിൽ ഇല്ല, പക്ഷെ എന്താണെങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കോ മക്കൾക്ക് എന്തെങ്കിലും ഒരു അസുഖമോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ആനുകൂല്യം കിട്ടുന്ന പറയുന്നത്? CGHSന്റെ ആനുകൂല്യം കിട്ടുന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് കവർ ഫോർ PPF. പക്ഷെ PFലുണ്ട്, CGHSന്റെ ആനുകൂല്യം കിട്ടുന്നില്ല. പക്ഷെ ആ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന മെഡിക്കൽ കവറേജ് കിട്ടും, CGHSന്റെ മെഡിക്കൽ കവറേജ് കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? പറഞ്ഞു മനസ്സിലായോ? അതാണ് കേട്ടോ കവർ ഫോർ PPF, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് ട്രീറ്റ്മെന്റിനും അതുപോലെ മെഡിസിൻസ് ഒക്കെ ലഭിക്കുന്നതിനുള്ള ആ ഒരു എന്താ പറയാ ആനുകൂല്യങ്ങൾ കിട്ടും. മെഡിക്കൽ കവറേജ് കിട്ടുന്ന പഠിച്ചാൽ മെഡിക്കൽ കവറേജ് കിട്ടും. ഓക്കെ, അടുത്തതാണ് ക്ലിയർ ആയില്ലേ? ഇത് പറഞ്ഞത് മനസ്സിലായോ? PPFന്റെ ഓക്കെ ആണോ? അതായത് ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി ഉണ്ടല്ലോ, അദ്ദേഹം PF എടുത്തിട്ടുണ്ട്.
PF-ന്റെ ആനുകൂല്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അദ്ദേഹം CGHS-ൽ ഇല്ല എങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെന്ന് വിചാരിക്കുക, അസുഖങ്ങളൊക്കെ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് CGHS-ന്റെ ആനുകൂല്യം കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. ആൾക്ക് PF ഉണ്ട്. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. കവർ ഫോർ PF. അടുത്തതാണ് കവർ ഫോർ കൺസൾട്ടേഷൻ വിത്ത് സ്പെഷ്യലിസ്റ്റ് അറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. അതായത് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഈ പറയുന്ന സ്പെഷ്യലിസ്റ്റുകളുടെ സേവനങ്ങൾ ലഭിക്കുന്നതിന് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരൊക്കെ ആയിട്ട് കൺസൾട്ട് ചെയ്യുന്നതിനുള്ള ആ ഒരു ഇൻഷുറൻസ് പരിരക്ഷ അവർക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചിലപ്പോൾ ചില ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് ചില സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെയാവും കൺസൾട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻസ് ഈ പറയുന്ന സ്പെഷ്യലിസ്റ്റ് കൺസൾട്ടൻസിനെയൊക്കെ എന്താ പറയാ കാണുന്നതിനുള്ള ആ ഒരു കവറേജ് ഇതിലൂടെ ലഭിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ CGHS-ന്റെ ബെനിഫിറ്റുകളാണ് ഈ പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ഇൻഡോർ ട്രീറ്റ്മെന്റ് അറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആൻഡ് എംപാനൽഡ് ഹോസ്പിറ്റൽസ് കേട്ടോ. എന്താണ് ഇൻഡോർ ട്രീറ്റ്മെന്റ്? ഇൻഡോർ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻപേഷ്യൻ ട്രീറ്റ്മെന്റ് അല്ലെ, അതായത് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടാൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടാൽ വരുന്ന ചെലവുകൾ, അത് തന്നെയാണ് കറക്റ്റ് ഇൻഡിക്കേഷൻ കേട്ടോ. അതായത് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ എംപാനൽഡ് ഹോസ്പിറ്റൽ. അപ്പൊ അടുത്ത സംശയം എന്താണ് ഈ എംപാനൽഡ് ഹോസ്പിറ്റൽ അല്ലെ? എംപാനൽഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ CGHS ആനുകൂല്യം ലഭിക്കാനായിട്ട് അവർ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ചില ഹോസ്പിറ്റൽ ഉണ്ടാവും. അതിനകത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ടാവും, പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ടാവും. അങ്ങനെ അവർ സെലക്ട് ചെയ്യുന്ന ഈ ആനുകൂല്യം പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ഹോസ്പിറ്റലുകളില്ലേ, അതിനെയാണ് നമ്മൾ എംപാനൽഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കേരള മെഡിസെപ്പ് കേട്ടിട്ടില്ല? മെഡിസെപ്പ് നമ്മുടെ കേരള ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ അവരുടെ പെൻഷനേഴ്സിനൊക്കെ കൊടുക്കുന്ന ഒരു സ്കീമാണ് മെഡിസെപ്പ് കൊടുക്കാറുണ്ട്. ഈ മെഡിസെപ്പ് ഉള്ളവരെ സംബന്ധിച്ച് ആ മെഡിസെപ്പ് പ്രകാരം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ഹോസ്പിറ്റലുകളിലാണ് മെഡിസെപ്പിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുക. അതിനകത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ടാവും, പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഉണ്ടാവും. അതുപോലെ അതേ രീതിയിൽ CGHS ആനുകൂല്യങ്ങൾ കൊടുക്കാനായിട്ട് അവർ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഹോസ്പിറ്റലുകൾ ഉണ്ടാവും. അതിനെയാണ് എംപാനൽഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ പറയുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലിലും എംപാനൽഡ് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ചെയ്യപ്പെട്ടാൽ ഉണ്ടാവുന്ന ചെലവുകളൊക്കെ വഹിക്കാനായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടും കേട്ടോ. ഇൻഷുറർ ആണോ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്? ഇൻഷുറർ അല്ല ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്, കമ്പനിയാണ് ആ സ്കീം പ്രകാരം ഇൻഷുർ എടുത്തിട്ടുള്ള വ്യക്തി, പോളിസി ഹോൾഡർ അല്ലാട്ടോ ലിസ്റ്റ് ചെയ്യുന്നത്. ആ സ്കീം പ്രകാരം അവർ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ആ സ്കീമിൽ പറയും ഇതിന്റെ ഹോസ്പിറ്റലിലാണ് ഈ പറയുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് കേട്ടോ. ഓക്കെ, ആ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ഹോസ്പിറ്റൽ, അതിൽ ഏത് ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ളത് ഇൻഷുറർ തീരുമാനിക്കാം. കാരണം മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അവർ ലിസ്റ്റ് ചെയ്യുന്നപ്പോൾ കുറെ ഹോസ്പിറ്റലില് നമുക്ക് ഏതിലാണ് പോവാൻ സൗകര്യം എന്ന് വെച്ചാൽ അത് നമ്മുടെ ഇൻഷുറർക്ക് ഇഷ്ടമുള്ള ഹോസ്പിറ്റൽ, അത് ലിസ്റ്റ് ചെയ്ത ഹോസ്പിറ്റലില് ഇഷ്ടമുള്ള സ്ഥലത്ത് അവർക്ക് പോവാം ഈ ആനുകൂല്യം കിട്ടുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? ആരോട് ക്ലിയർ ആയോ ഞാൻ പറഞ്ഞ കാര്യം? അത്രയും. അതായത് ഇപ്പൊ CGHS ചുമ്മാ പറയാണ്, കുറച്ച് ഹോസ്പിറ്റൽ, ഒരു രാജഗിരി ഹോസ്പിറ്റല്, നെക്ഷോർ ഹോസ്പിറ്റല്, വിസി ആശുപത്രി, അങ്ങനെയൊക്കെ കുറച്ച് 3 ഹോസ്പിറ്റൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇതൊക്കെ എംപാനൽഡ് ഹോസ്പിറ്റലാണ്. അപ്പൊ ഹാരോണിന് തോന്നുകയാണ് ഞാൻ ലിസി ആശുപത്രിയിൽ പോകാനാണ് ഹാരോണിന് ഇഷ്ടമുണ്ടെങ്കിൽ ഹാരോൺ ആ ലിസി ആശുപത്രിയിൽ പോയാൽ മതി കേട്ടോ. ലിസ്റ്റ് ചെയ്തെങ്കിൽ ലിസിയാണ് പോകാൻ ഇഷ്ടമെങ്കിൽ അവിടെ പോവാം, രാജഗിരിയാണ് ഇഷ്ടമെങ്കിൽ അവിടെ പോയാൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി കവർ ഫോർ ഫാമിലി വെൽഫെയർ സർവീസ്. അതായത് കുടുംബക്ഷേമം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ ഫാമിലി വെൽഫെയർ സർവീസ്, ഹെൽത്ത് പ്രകാരം ആരോഗ്യപരമായിട്ടുള്ള സേവനങ്ങൾക്കൊക്കെയുള്ള, അതായത് അവരുടെ കുടുംബാംഗങ്ങൾക്ക് കിട്ടുന്നതാണ് പറയുന്നത് കേട്ടോ. കവർ ഫോർ ഫാമിലി വെൽഫെയർ സർവീസ്, അതിനുള്ള ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കവർ ഫോർ മെറ്റേണിറ്റി എക്സ്പെൻസസ്, പ്രസവാനുകൂല്യങ്ങൾ, അതിനുള്ള കവറേജ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കവർ ഫോർ ആയുഷ് ട്രീറ്റ്മെന്റ്. ആയുഷ് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങള്? ആയുഷിന്റെ എന്താണ്? ആയുർവേദ. വൈ യോഗ, യു എന്താണ്? ആയുർവേദ, യോഗ ആൻഡ് നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റിനുള്ള കവറേജ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞതൊക്കെ നമ്മൾ എന്തിന്റെ ബെനിഫിറ്റുകളാ പറഞ്ഞത്? CGHS-ന്റെ ബെനിഫിറ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി അടുത്തതാണ് വാട്ട് ഈസ് എ CGHS കാർഡ് കേട്ടോ. നമ്മൾ മെഡിസെപ്പ് എടുത്തവർക്ക് മെഡിസെപ്പ് കാർഡ് കൊടുക്കില്ലേ? ഇതുപോലെ CGHS സ്കീം, അത് ആ ഒരു ഇൻഷുറൻസ് എടുത്തിട്ടുള്ളവർക്ക് CGHS കാർഡ് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ആ ഒരു കാർഡ് പ്രൊവൈഡ് ചെയ്യും. നോക്കിക്കേ, ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ്
all CGHS beneficiaries and their dependents with a photo ID plastic card called a CGHS card. അത് മതിട്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടോ. വീണ്ടും ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വേണ്ട, തുടക്കം തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ബൈ ദ ഗവൺമെന്റ് ഒന്നും അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് CGHS കാർഡ്. ഓക്കെ, അതായത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എല്ലാ CGHS ബെനിഫിഷ്യറീസിനും, നമ്മൾ ബെനിഫിഷ്യറീസ് ആരാണെന്നൊക്കെ പഠിച്ചില്ലേ, ഈ പറയുന്ന എല്ലാ ബെനിഫിഷ്യറീസിനും എന്ത് കൊടുക്കും? അവരുടെ ഒരു ഫോട്ടോ, എന്താ പറയാ, ഫോട്ടോ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ഐ ഡി പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ CGHS കാർഡാണ് കേട്ടോ. ആ ഒരു കാർഡ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. It contains a unique beneficiary identity number which an individual must show to the CGHS facilities at any point. അപ്പൊ അവർ എന്ത് ചെയ്യണം? ഈ ഒരു കാർഡിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ കാർഡിന് ഒരു യുണീക്ക് ആയിട്ടുള്ള എന്താ പറയാ ഐഡന്റിറ്റി നമ്പർ ഉണ്ടാവും കേട്ടോ. അത് നമ്മൾ UHID പോലെ അവർക്ക് ഒരു ബെനിഫിഷ്യറിയുടെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിറ്റി നമ്പർ ഉണ്ടായിരിക്കും. അപ്പൊ ആ കാർഡ് അവരെ കൂടെ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. CGHS പ്രകാരം ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഈ കാർഡ് അവർ പ്രൊവൈഡ് ചെയ്യണം കേട്ടോ. അതാണ് അവിടെ പറഞ്ഞത്. This card is white with a varying colored stripe at the top that represent the card holders status. അതായത് ഈ ബേസിക്കലി കാർഡ് എന്ന് പറയുന്നത് ഒരു വെള്ള കാർഡാണ് കേട്ടോ. ഒരു വെള്ള കാർഡാണ്. ആ കാർഡിന്റെ മുകളിലായിട്ട് പല കളറുകളില് സ്ട്രിപ്പുകൾ കാണാനായിട്ട് പറ്റും. ഓക്കെ, ആ സ്ട്രിപ്പിന്റെ കളർ ഉണ്ടല്ലോ, ആ കളറ് ഈ പറയുന്ന ആ കാർഡ് ഹോൾഡറിന്റെ സ്റ്റാറ്റസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? നമുക്ക് അതിന്റെ പിക്ചർ കാണിക്കാനായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. മൊബൈലിലുണ്ട്, ഇത് കാണാൻ പറ്റും നോക്ക് കേട്ടോ. ഞാനത് കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടോ? വീഡിയോ കാണാൻ പറ്റുന്നില്ല അല്ലെ? കാണാൻ പറ്റുന്നുണ്ടാവും? കാണാൻ പറ്റുന്നുണ്ടാവും? ഇല്ലാല്ലേ? അന്ന് പിന്നെ നിങ്ങൾ കാര്യം ചെയ്താൽ മതി. ഗൂഗിളില് CGHSന്റെ പിക്ചർ, CGHS കാർഡ് ഉണ്ടല്ലോ, അതിന്റെ പിക്ചർ അടിച്ചു കൊടുത്താൽ മതി. പിക്ചർ ഓഫ് CGHS കാർഡ് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യണം. ഞാൻ ഡൗൺലോഡ് ചെയ്തിടാൻ വന്നത്. ഓക്കെ, ആ കാർഡ് അതൊക്കെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കാം. അപ്പൊ കാണാൻ പറ്റും. ആ കാർഡിനകത്ത് ബേസിക്കലി അത് വെള്ള കാർഡാണ്. ഓക്കെ, വെള്ള കാർഡാണ്. ആ കാർഡിന്റെ മുകൾ ഭാഗത്തായിട്ട് ചിലതിൽ ചുവന്ന കളറായിരിക്കും, ചില കാർഡിന്റെ മുകളിലെ സ്ട്രിപ്പ് റെഡ് ആയിരിക്കും, ചിലതിന്റെ സ്ട്രിപ്പ് നോക്കിയാൽ ബ്ലൂ ആയിരിക്കും, ചിലതിന് ഗ്രീൻ ആയിരിക്കും, മറ്റു ചിലതിന് യെല്ലോ ആയിരിക്കും. അപ്പൊ ആ കളർ റെപ്രസെന്റ് ചെയ്യുന്നത് ആ ഒരു എന്താ പറയാ കാർഡ് ഹോൾഡറിന്റെ സ്റ്റാറ്റസ് ആണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ പഠിച്ചു വെക്കണം. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ദി സ്ട്രിപ്പ് ക്യാൻ ബി എനി ഓഫ് ദ ഫോളോയിങ് കളേഴ്സ്. ഓക്കെ, യെല്ലോ കളർ റെപ്രസെന്റ് ചെയ്യുന്നത്, അതിന്റെ മുകളിൽ യെല്ലോ കളർ സ്ട്രിപ്പ് ആണ് കാണുന്നതെങ്കിൽ ആ യെല്ലോ എന്താണ് സൂചിപ്പിക്കുന്നത്? എ ജേർണലിസ്റ്റ് ഓഫ് എൻ ഓട്ടോനോമസ് കമ്പനിയാണ് കേട്ടോ. എ ജേർണലിസ്റ്റ് ഓഫ് എൻ ഓട്ടോനോമസ് കമ്പനി. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, ജേർണലിസ്റ്റ് ഹു ആർ ദ മെമ്പേഴ്സ് ഓഫ് ദ പ്രസ് അസോസിയേഷൻ എന്ന് പറഞ്ഞില്ലേ. പ്രസ് അസോസിയേഷന്റെ ജേർണലിസ്റ്റുകളെ റെപ്രസെന്റ് ചെയ്യുന്ന കളർ യെല്ലോ ആണ്. അത് പഠിച്ചു വെക്കണം കേട്ടോ. ആ കാർഡിന്റെ കളർ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും, ഇവരെ റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് സ്റ്റാറ്റസിലുള്ള കാർഡ് ഹോൾഡറെയാണെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങളത് പഠിച്ചു വെക്കണം. യെല്ലോ ആണെങ്കിൽ ജേർണലിസ്റ്റ് കേട്ടോ. ബ്ലൂ ആണെങ്കിൽ, ബ്ലൂ സ്ട്രിപ്പ് ആണ് കാണുന്നതെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത് എ സർവിംഗ് ഗവൺമെന്റ് എംപ്ലോയി ആണ് കേട്ടോ. ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. റെഡ് കളർ ആണെങ്കിൽ എ മെമ്പർ ഓഫ് ദ പാർലമെന്റ് കേട്ടോ. പാർലമെന്റ് മെമ്പറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഗ്രീൻ കളർ ആണെങ്കിൽ, പച്ച കളർ സ്ട്രിപ്പ് ആണ് അതിന്റെ മുകളിൽ കാണുന്നതെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത് പെൻഷനർ, എക്സ്-എം-പി, അതുപോലെ റിട്ടയേർഡ് പേഴ്സണൽ ഓർ ഫ്രീഡം ഫൈറ്റർ കേട്ടോ. ഈ പറയുന്ന പെൻഷൻ പറ്റിയിട്ടുള്ള പെൻഷനർ ആയിട്ടുള്ള എക്സ്-എം-പി, പിന്നെ റിട്ടയേർഡ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റ് റിട്ടയേർഡ് എംപ്ലോയീസ്, അതുപോലെ ഫ്രീഡം ഫൈറ്റേഴ്സ് കേട്ടോ. സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന കളർ ഗ്രീൻ ആണ് കേട്ടോ. ഓക്കെ, ഇത് പഠിച്ചു വെക്കണം. യെല്ലോ ആണെങ്കിൽ ജേർണലിസ്റ്റ് ആണ്, ബ്ലൂ ആണെങ്കിൽ സർവിംഗ്, നിലവിലുള്ള സർവിംഗ് ഗവൺമെന്റ് എംപ്ലോയി ആണ്, റെഡ് ആണെങ്കിൽ മെമ്പർ ഓഫ് പാർലമെന്റ് ആണ് കേട്ടോ, ഗ്രീൻ ആണെങ്കിൽ പെൻഷനർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? മാറിപ്പോവരുത് കേട്ടോ, കളർ മാറിപ്പോവരുത്. ഓക്കെ, വെറുതെ ഇങ്ങനെ ഓർക്കുക. യെല്ലോ എന്നൊക്കെ പറയുമ്പോഴേ നമ്മള് മഞ്ഞപത്രം എന്നൊക്കെ പറയില്ലേ, മഞ്ഞപത്രം, ചുമ്മാ മഞ്ഞപത്രം. പത്രം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ജേർണലിസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യും. മഞ്ഞപത്രം എന്ന് പറയുമ്പോൾ പത്രമായിട്ട് ബന്ധപ്പെട്ട ആളാണത് ജേർണലിസ്റ്റ്. യെല്ലോ വെറുതെ പറഞ്ഞതാണ്, ടോക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. യെല്ലോ ആണെങ്കിൽ ജേർണലിസ്റ്റ് നോക്കാം കേട്ടോ. പിന്നെ ബ്ലൂ നിങ്ങൾ ഓർക്കുക, സർവിംഗ് ഗവൺമെന്റ്. റെഡ് നിങ്ങൾ നമ്മുടെ പാർലമെന്റ് കണ്ടിട്ടില്ലേ, രാജ്യസഭ, ലോകസഭയുടെ ഒരു രാജ്യസഭയാണ്, ചുവന്ന പരവതാണ്, ചുവന്ന കളറാണ്. രാജ്യസഭയുടെ ആണെന്ന് തോന്നുന്നു. റെഡ് പരവതാണ്. മറ്റേ
ലോക്സഭയുടെ പച്ചയെന്ന് തോന്നുന്നു, അറിയില്ല കേട്ടോ, ഉറപ്പില്ല. പക്ഷെ റെഡ് അങ്ങനെ കണക്ട് ചെയ്യാം. റെഡ് ആണെങ്കിൽ മെമ്പർ ഓഫ് പാർലമെന്റ്. ഗ്രീൻ പിന്നെ നല്ല കളർ അല്ലേ, അത് പെൻഷനർ, ഫ്രീഡം ഫൈറ്റർ, അതുപോലെ റിട്ടയർഡ് ആയിട്ടുള്ള സമാധാനത്തിലുള്ള സമയമാണ് വിചാരിച്ചാൽ കേട്ടോ. ഓക്കെ, CGHS cards have validity until a beneficiary's retirement date. കേട്ടോ, ഈ CGHS കാർഡിന്റെ വാലിഡിറ്റി ഏത് വരെയാണ്? until the beneficiary's retirement date. കേട്ടോ, ഈ പറയുന്ന ആ ഒരു ബെനിഫിഷ്യറിയുടെ റിട്ടയർമെന്റ് ഡേറ്റ് വരെയാണ്, അതുവരെയാണ് CGHS കാർഡിന്റെ വാലിഡിറ്റി ഉള്ളത് കേട്ടോ. അത് കഴിഞ്ഞ വാലിഡിറ്റി തീരും. അപ്പൊ ഇവര് പറയുന്നത് to extend its validity post retirement, one must make his or her contribution a year before the completion. അപ്പൊ അദ്ദേഹത്തിന് റിട്ടയർമെന്റിന് ശേഷം അതിന്റെ ഒരു വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആ റിട്ടയർമെന്റ് ഡേറ്റിന്റെ 1 വർഷം മുമ്പ് തന്നെ പേയ്മെന്റ് കൊടുത്തിരുന്നു. ഓക്കെ, അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ, പേയ്മെന്റ് പ്രീമിയാണെന്ന് വെച്ചാൽ അത് ആ ഒരു കോൺട്രിബ്യൂഷൻ അദ്ദേഹം ചെയ്ത് വെക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് അദ്ദേഹത്തിന് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുള്ളൂ. കാര്യം എന്താണ്? റിട്ടയർമെന്റ് ഡേറ്റ് വരെയാണ് CGHS കാർഡിന്റെ വാലിഡിറ്റി ഉള്ളത്. അപ്പൊ ആ വാലിഡിറ്റി റിട്ടയർമെന്റിന് ശേഷം, ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷം ആ വാലിഡിറ്റി കിട്ടണമെങ്കിൽ അത് അപ്പൊ ചെയ്തിട്ട് കാര്യമില്ല. ആ റിട്ടയർമെന്റ് ഡേറ്റിന് 1 വർഷം മുൻപ് തന്നെ അവരുടെ കോൺട്രിബ്യൂഷൻ അതിന്റെ മുൻകൂട്ടി തന്നെ ചെയ്തു വെക്കും. റിട്ടയർമെന്റിന് ശേഷം നമുക്ക് അതിന്റെ വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ? ഓക്കെ ആണോ? ഇത്രയും പഠിച്ചത് നമ്മൾ CGHS പറ്റി മാത്രമാണ് പഠിച്ചത്. എന്തൊക്കെ പോയിന്റുകളാണ് പഠിച്ചത്? CGHS എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത 1954. എന്താണ് അതിന്റെ ഫുൾ ഫോം? സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. ഓക്കെ, പിന്നെ നമ്മൾ എന്താ അതിനകത്ത് പറഞ്ഞത്? ആർക്കുള്ള ബെനിഫിറ്റ് ആണ് കൂടുതലും? സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്, പെൻഷനേഴ്സ്. പിന്നെ നമ്മൾ അതിന്റെ ബെനിഫിഷ്യറീസ് ആണ് പഠിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. പിന്നെ എന്തൊക്കെ ബെനിഫിറ്റുകളാണ് കൊടുക്കുന്നത് അതും നമ്മൾ നോക്കി. പിന്നെ നമ്മൾ CGHS കാർഡിന്റെ പ്രത്യേകത, കാർഡിന്റെ കളറൊക്കെ നമ്മൾ പറഞ്ഞു. കളർ അവിടെ ഇമ്പോർട്ടന്റ് ആണ്, കളർ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അത്രയും. പിന്നെ കാർഡിന്റെ വാലിഡിറ്റി ഏത് വരെയാണ്? റിട്ടയർമെന്റ് ഡേറ്റ് വരെ. എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആ റിട്ടയർമെന്റിന്റെ 1 വർഷം മുമ്പ് തന്നെ പേയ്മെന്റ് കൊടുക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ആ ഒരു സ്കീം നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു കുഞ്ഞു സ്കീമും കൂടെ പഠിക്കാനുണ്ട്. എന്താണെന്ന് അറിയുന്നത്? രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന, RSBY. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന, RSBY. അതൊരു ഹിന്ദി വാക്കാണ്, സ്വാസ്ഥ്യ അല്ലെ. സ്വാസ്ഥ്യം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നോക്കാം. The Rashtriya Swasthya Bima Yojana, അഥവാ RSBY, is a health insurance policy introduced on 1st April 2008. അണ്ടർലൈൻ ചെയ്തിരിക്കാം കേട്ടോ. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന, RSBY, ആദ്യം പഠിക്കേണ്ടത് അതിന്റെ ഫുൾ ഫോം ആണ് കേട്ടോ. എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 2007 ഏപ്രിൽ 1. ടൈപ്പിൽ സ്കൂളിന്റെ അതാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 2008 ഏപ്രിൽ 1 ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. It is introduced by the Ministry of Labour and Employment, Government of India, to provide health insurance coverage for below poverty line families. ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്? BPL families. Below poverty line families. Launched specifically for the people who are working in the unorganized sectors of India. ശരിക്കും പറഞ്ഞാല് BPL families ആണ് കേട്ടോ. ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബാംഗങ്ങൾക്കും പ്രത്യേകിച്ച് പറയുന്നത് അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ. അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ എന്താ? തെരുവോര കച്ചവടക്കാരൊക്കെ കണ്ടിട്ടില്ലേ? തെരുവോര കച്ചവടക്കാര്, റിക്ഷാ തൊഴിലാളികള്, കർഷകര്, അതുപോലെ തന്നെ എന്താ പറയാ മത്സ്യത്തൊഴിലാളികള്, അതുപോലെ നമ്മുടെ അതിഥി തൊഴിലാളികളൊക്കെ ഇല്ലേ? ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ഇഷ്ടംപോലെ ബംഗാളിൽ മറ്റൊക്കെ ഭാര്യമാരൊക്കെ വരുന്നുണ്ട് അല്ലെ? മൈഗ്രേറ്റ് വർക്കേഴ്സ് ആണ് അല്ലെ? ജോലിക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ആൾക്കാർ. ഇവരൊക്കെയാണ് അസംഘടിത തൊഴിലാളികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കടയിലൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ ഇല്ലേ? തെരുവോര കച്ചവടക്കാർ, ഇവരൊക്കെയാണ് അസംഘടിത തൊഴിലാളികൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ ലക്ഷ്യമിട്ടിട്ട് അവർക്കായിട്ട് ഇൻഷുറൻസ് പരിരക്ഷ, ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്നതിനായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, നമ്മുടെ ഗവൺമെന്റ് എവിടെയാണ്? ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് വിഭാഗം കേട്ടോ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 2008 ഏപ്രിൽ 1 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സ്കീമാണ് RSBY, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന. ഓക്കെ, ക്ലിയർ ആണോ? ഓരോ സ്കീമും നിങ്ങൾ പഠിക്കുമ്പോൾ ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത് നോക്കണം. PSI നമ്മൾ പറഞ്ഞപ്പോ പറഞ്ഞു ഫാക്ടറി ഫുഡിൽ വ്യാവസായിക തൊഴിലാളികൾക്ക് വർക്കേഴ്സിനെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ CGHS സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് പെൻഷനേഴ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. RSBY ആണെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് BPL ഫാമിലീസിലും അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലും വർക്ക് ചെയ്യുന്ന തൊഴിലാളികളെയുമാണ്. ഓക്കെ ആണല്ലോ?
വന്നത് കേട്ടോ. ഇനി നോക്കിയേ, ഹിയൻസ് ദ കവറേജ് അവൈലബിൾ ടു ദ ബെനിഫിഷ്യറീസ് ഓഫ് ദ രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ. ഇനി ഈ പറയുന്ന RSBY പ്രകാരം എന്തൊക്കെ ബെനിഫിറ്റുകളാണ് കൊടുക്കുന്നത്? ഓരോന്നിനും പഠിച്ചു അല്ലെ? അതുപോലെ ഇത് പഠിക്കണം കേട്ടോ. എന്തൊക്കെ ബെനിഫിറ്റുകളാണ് RSBYയിലൂടെ ലഭിക്കുന്നത് പഠിച്ചു വെക്കണം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, a sum insured of 30,000 for a worker in the unorganized sector and their families. നമ്മൾ പറഞ്ഞതാണ്, അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും 30,000 രൂപ വരെ കേട്ടോ, 30,000 രൂപ വരെ ഒരു തുക, ഒരു 30,000 രൂപ വരെ ആ ഒരു തുക കവറേജ് ലഭിക്കുന്നുണ്ട് ഈ ഒരു സ്കീം പ്രകാരം, RSBY പ്രകാരം. ഓക്കെ, അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും 30,000 രൂപയാണ് കവറേജ് കൊടുക്കുന്നത് കേട്ടോ, RSBY. എമൗണ്ട് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ കവർ ഫോർ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് കേട്ടോ, ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾക്കുള്ള പരിരക്ഷ കൊടുക്കുന്നുണ്ട്. കവർ ഫോർ ഓൾ ഡിസീസസ് എക്സിസ്റ്റിംഗ് ഏർലിയർ, അതായത് ഈ ഒരു RSBY സ്കീമിന് പങ്കാളികളാവുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന മറ്റു പല അസുഖങ്ങൾ ഉണ്ടാവില്ല, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റു പല അസുഖങ്ങൾക്കുള്ള കവറേജും കിട്ടുന്നുണ്ട് കേട്ടോ, പരിരക്ഷ ലഭിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് കവർ ഫോർ ഷിഫ്റ്റിംഗ് എക്സ്പെൻസസ് അപ് ടു ₹1,000, 1000 വരെ കിട്ടുള്ളൂ കേട്ടോ. കവർ ഫോർ ഷിഫ്റ്റിംഗ് എക്സ്പെൻസസ് അപ് ടു ₹1,000, അതായത് 1000 രൂപ വരെ ഷിഫ്റ്റിംഗ് എക്സ്പെൻസസ് ലഭിക്കും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്യാനോ ആംബുലൻസിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ 1000 രൂപ വരെ കിട്ടുള്ളൂ കേട്ടോ, 1000 രൂപ വരെ ഷിഫ്റ്റിംഗ് എക്സ്പെൻസസ് കിട്ടും. ഒരാളെ ഷിഫ്റ്റ് ചെയ്തതിന് 500 രൂപയായെന്ന് വിചാരിക്കാം. 500 രൂപയാണെങ്കിൽ ഈസി ആയിട്ട് അയാൾക്ക് ഇതിനകത്ത് കവറേജ് തരും. ഇനിയിപ്പോ അയാൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 1,500 രൂപയാണെങ്കിൽ 1000 രൂപ വരെ ഇതിൽ കിട്ടുള്ളൂ, ഷിഫ്റ്റിംഗ് എക്സ്പെൻസ് കിട്ടുള്ളൂ. ബാക്കി 500 രൂപ അയാൾ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതാണ് കവർ ഫോർ ഷിഫ്റ്റിംഗ് എക്സ്പെൻസസ് അപ് ടു ₹1,000 വരെ കിട്ടുള്ളൂ കേട്ടോ. അതിനുള്ളിലാണെങ്കിൽ നല്ലതാണ്, അതിന് പുറമെ പോയ 1000 രൂപ വരെ കിട്ടും, ബാക്കിയുള്ള എമൗണ്ട് കയ്യിൽ കിട്ടും കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ് ക്യാഷ്ലെസ് ഇൻഷുറൻസ്? ക്യാഷ്ലെസ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പണരഹിത ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അവിടെ പോളിസി ഹോൾഡർക്ക് വലിയ റോള് വരുന്നില്ല. റോള് വരുന്നില്ല എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ഉണ്ടല്ലോ, കമ്പനി തന്നെ നേരിട്ട് ഹോസ്പിറ്റൽ ബില്ലുകളും മറ്റും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആയിട്ട് അവരായിട്ട് നേരിട്ട് കൈകാര്യം ചെയ്യും. രോഗിക്ക് ഒരിക്കലും എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല, അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ല. മനസ്സിലായി? ഇതിപ്പോ ആ ഒരു കമ്പനി ഒരിക്കലും രോഗിക്കല്ല പൈസ കൊടുക്കുന്നത്, കമ്പനി നേരിട്ട് എന്ത് ചെയ്യാണ്, ഈ ഒരു പേഷ്യന്റിന്റെ ഹോസ്പിറ്റലുമായിട്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവിടുത്തെ ബില്ലുകൾ മറ്റും കമ്പനി എന്ന് നേരിട്ട് എന്ത് ചെയ്യാണ്, സെറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ക്യാഷ്ലെസ് ഇൻഷുറൻസ് എന്ന് വെച്ചാൽ രോഗിക്ക് കയ്യിൽ നിന്ന് പൈസ എടുത്തു കൊടുക്കേണ്ട ഒരു സാഹചര്യം അവിടെ വരുന്നില്ല, അവർ ചെയ്തോളൂ. അതായത് ഹോസ്പിറ്റലും കമ്പനിയും കൂടിയിട്ട് അവർ ഡീൽ ചെയ്യുന്നത് സെറ്റിൽ ചെയ്തു കേട്ടോ. അതാണ് ക്യാഷ്ലെസ് ഇൻഷുറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ നോക്കിക്കേ, പ്രീമിയം ഓഫ് ₹30 പെർ ആനുവം ആണ് പറയുന്നത്. പ്രതിവർഷം വെറും 30 രൂപ പ്രീമിയം അടച്ചാൽ മതി കേട്ടോ. പ്രതിവർഷമാണ് പറയുന്നത്, ഒരു വർഷത്തേക്ക് വെറും 30 രൂപ പ്രീമിയമാണ് നിശ്ചയിച്ച് ചെയ്യുന്നത്. വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് അല്ലേ ഇത്? കാര്യം ബിലോ പോവർട്ടി ലൈൻ ഫാമിലീസിനാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്, അത്രയും പാവപ്പെട്ട ആളുകളാണ് അല്ലെ. ഒരു വർഷത്തിന് 30 രൂപയാണ് പ്രീമിയം ആയിട്ടൊക്കെ നിശ്ചയിച്ചിരിക്കുന്നത് കേട്ടോ. പ്രതിവർഷമാണ്, പ്രതിമാസമല്ല, പ്രതിവർഷം 30 രൂപ കേട്ടോ. അത്രയാണ് RSBYനെ പറ്റി അറിയാൻ. RSBY എന്ന് പറഞ്ഞാൽ 2007 ഏപ്രിൽ 1 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്കീമാണ്. അത് ഫുൾ ഫോം രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന എന്നുള്ളതാണ്. എന്താണ് ഹാരോൾഡ്? തേർഡ് പോയിന്റ് മനസ്സിലായില്ലേ? കവർ ഫോർ ഓൾ ഡിസീസസ് എക്സിസ്റ്റിംഗ് ഏർലിയർ, അതായത് അവർക്ക് മുൻപുണ്ടായിരുന്ന അസുഖങ്ങൾക്കുമുള്ള കവറേജ് കിട്ടും. RSBYയുടെ സ്കീം എടുക്കുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന അസുഖങ്ങൾ ഉണ്ടല്ലോ, നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോ വെയിറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, പോളിസി എടുക്കുന്നതിന് മുമ്പ് എക്സിസ്റ്റ് ചെയ്ത പല അസുഖങ്ങൾ ഉണ്ടായിരിക്കും. എന്നതുപോലെ ഈ ഒരു സ്കീമിന്റെ ആവുന്നതിന് മുമ്പ്, സ്കീം എടുക്കുന്നതിന് മുമ്പ് അവർക്ക് ഉണ്ടായിരുന്ന മറ്റു പല അസുഖങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനുള്ള പരിരക്ഷയും ഇതിനകത്ത് കിട്ടും. ഓക്കെ, ബാക്കിയുള്ള എല്ലാ ഇൻഷുറൻസിൽ എങ്ങനെയാണ്, പോളിസി ഒക്കെ എടുത്ത് കുറച്ചൊരു വെയിറ്റിംഗ് പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ കൊടുക്കുള്ളൂ. ഇത് അങ്ങനെയില്ല. ഓക്കെ, അതാണ് കേട്ടോ. അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്നത് കേട്ടോ. അസംഘടിത മേഖല, അതാണ് ഞാൻ പറഞ്ഞത്. അസംഘടിത മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരുവോര കച്ചവടക്കാരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. തെരുവോര കച്ചവടക്കാര്, കർഷകര്, മത്സ്യത്തൊഴിലാളികള്, പിന്നെ അതിഥി തൊഴിലാളികള്, അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്നത് കേട്ടോ. അവർക്കൊരു സംഘടിതമായിട്ടൊന്നുമില്ല അവർക്ക്. ഇങ്ങനെ കൃഷി ചെയ്ത് മത്സ്യ തൊഴിലാളികൾ, അവരൊക്കെയാണ് അസംഘടിത തൊഴിലാളികൾ കേട്ടോ. ഓക്കെ, ഇതാണ് ആദ്യം ഫോർത്ത് പോയിന്റ്.
കവർ ഫോർ ഷിഫ്റ്റിംഗ് എക്സ്പെൻസസ് അപ് ടു ₹1000 കേട്ടോ. 1000 രൂപ വരെയുള്ള ഷിഫ്റ്റിംഗ് എക്സ്പെൻസസ് ലഭിക്കുന്നു. ഷിഫ്റ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു അസുഖം വന്നു, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് പോകണം, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ആംബുലൻസിൽ പോകേണ്ട ഒരു സാഹചര്യം. 1000 രൂപ വരെ കവറേജ് കിട്ടും ഈ ഇൻഷുറൻസ് സ്കീം പ്രകാരം. 1000 രൂപ വരെ കിട്ടുന്നു, അതാണ് അവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. 1000 രൂപയിൽ കൂടുതൽ കിട്ടില്ല. ഓക്കെ, 1000 രൂപ വരെ ഷിഫ്റ്റിംഗ് എക്സ്പെൻസിന് ഇവിടെ കിട്ടും എന്നാണ് പറയുന്നത്. ക്ലിയർ ആയ കാര്യത്തിൽ ഓക്കെ ആണോ? നമുക്ക് ഇന്നത്തെ ക്ലാസ് മൈൻഡ് ചെയ്താലോ? പിന്നെ അനീഷയിലെ ചോദിച്ചത്, അനീഷയ്ക്കാണ് ആദ്യത്തെ ഒരു പോയിന്റ് മനസ്സിലാവാതിരുന്നത് അല്ലെ? സിക്നസ് ബെനിഫിറ്റ് അല്ലേ നമ്മൾ ചോദിച്ചത്? ESIയുടെ ബെനിഫിറ്റ് അല്ലെ? സിക്നസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു വർഷത്തിന് മാക്സിമം 91 ദിവസം വരെ കേട്ടോ, മാക്സിമം 91 ദിവസം വരെ പ്രതിദിന വേതനത്തിന്റെ 70% എന്തായിട്ട് കൊടുക്കും? സിക്നസ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു വർഷം ഒരു 3 മാസം വരെ എന്താ പറയാ സിക്ക് ലീവ് എടുത്തിരിക്കാം. ആ സിക്ക് ലീവ് എടുത്തിരിക്കുന്ന സമയത്ത് അവരുടെ വേതനത്തിന്റെ 70% ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കും. ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ESI പറയുമെന്നാ. ESIനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. ESI എന്താണ്? എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമാണ് കേട്ടോ. എന്നാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 1948 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. ESIC എന്ന് വെച്ചാൽ എംപ്ലോയ്മെന്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് കേട്ടോ. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് ആ സ്കീമിനെ കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. ആ ഒരു കോർപ്പറേഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ്, കേന്ദ്ര തൊഴിൽ മന്ത്രിയാണ് കേട്ടോ. അതുപോലെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ആണ്. ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരിക്കും ESICയുടെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞ പോയിന്റ് സിക്നസ് ബെനിഫിറ്റ് കിട്ടാനായിട്ട് സിക്ക് ലീവ് എടുക്കുന്നതിന് മുൻപായിട്ട് 78 ദിവസമെങ്കിലും തുടർച്ചയായിട്ട് വർക്ക് ചെയ്തിരിക്കും സിക്നസ് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ. മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ, പ്രസവാനുകൂല്യം കിട്ടണമെങ്കിൽ പ്രസവാവധിക്ക് മുമ്പായിട്ട് 70 ദിവസമെങ്കിലും അവര് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കും. ഓക്കെ, പിന്നെ ESI ആനുകൂല്യം കിട്ടണമെങ്കിൽ എന്താണ്? അതിനൊരു ലിമിറ്റ് ഉണ്ട്, എല്ലാവർക്കും കിട്ടില്ല. മാസവരുമാനം 21,000 രൂപയിൽ താഴെയുള്ളവർക്ക് മാത്രമേ ESI ആനുകൂല്യം ലഭിക്കുള്ളൂ. അത് മൂന്നാമത്തെ പോയിന്റ്. നാലാമത് നമ്മൾ പറഞ്ഞത് ESIയിലോട്ട് തൊഴിലാളികൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 0.75%, തൊഴിലുടമ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 3.25%. ഓക്കെ, പിന്നെ പറഞ്ഞ പോയിന്റ് ഇതാണ്. ദിവസവേതനം 176 രൂപയിൽ കുറവുള്ളത്, 176 അതിൽ കുറവുള്ള വേതനം കിട്ടുന്ന ആൾക്കാരിലെ ദിവസത്തിന്, അങ്ങനെയുള്ളവർ ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട. അങ്ങനെയുള്ള തൊഴിലാളികൾ കേട്ടോ, രണ്ടു കൂട്ടരും കോൺട്രിബ്യൂട്ട് ചെയ്യണം. പക്ഷെ അതിലെ തൊഴിലാളികൾക്ക് ഇപ്പൊ ദിവസ വേതനം ഒരു 176 രൂപയോ അതിൽ കുറവാണെങ്കിൽ അങ്ങനെയുള്ള തൊഴിലാളികൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ ആണോ? മനസ്സിലായോ? അതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. അല്ലെങ്കിൽ അനഘയ്ക്ക് ഈ ഭാഗങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റെക്കോർഡഡ് ക്ലാസ് കാണാം കേട്ടോ. നിങ്ങൾക്ക് എന്താണ് 4th പോയിന്റ് RSB അല്ലെ? RSBയുടെ 4th പോയിന്റ് എന്തായിരുന്നു? കവർ ഫോർ ഷിഫ്റ്റിംഗ് എക്സ്പെൻസസ് അപ് ടു ₹1000. അതായത് ഷിഫ്റ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോ ഒരു ആശുപത്രിയിൽ നമുക്ക് പോകണ്ടേ, വണ്ടി വിളിച്ച് പോകണ്ടേ, ആ ഒരു ഷിഫ്റ്റിംഗ് എക്സ്പെൻസിന് 1000 രൂപ വരെയുള്ള ഷിഫ്റ്റിംഗ് എക്സ്പെൻസ് കിട്ടുന്നതാണ് പറയുന്നത്. 1000 രൂപ. ഇപ്പൊ നമുക്കൊരു ഹോസ്പിറ്റലിൽ പോകണം, ആ ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ, ഒരു ആംബുലൻസിൽ നമുക്ക് പോകണമെങ്കിൽ ഒരു 1000 രൂപ നമുക്ക് അതിൽ കവറേജ് തരുന്നുണ്ട്. 1000 രൂപ നമുക്ക് തരും, ഫ്രീ ആയിട്ട് 1000 രൂപ നമുക്ക് തരും. 1000 രൂപ വെച്ച് നമുക്ക് ആംബുലൻസിൽ പോകാം. ഇനി നമ്മൾക്കിപ്പോ ആ ഒരു ഷിഫ്റ്റ് ചെയ്തതിന് 1500 രൂപയാണ് വിചാരിക്കുക. 1500 രൂപ ആയി കഴിഞ്ഞാല് 1000 രൂപ വരെ ഇതിൽ കിട്ടും നമുക്ക്. ബാക്കി 500 രൂപ നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കണം. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഒന്നുമില്ല, ഷിഫ്റ്റ് ചെയ്യാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാനൊക്കെ പാവപ്പെട്ട ആളുകളല്ലേ, അവർക്കൊക്കെ ഈ ഷിഫ്റ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ചിലപ്പോൾ വഹിക്കാൻ പറ്റിയെന്ന് വരില്ല. ഈ RSB ഉണ്ടെങ്കിൽ അവർക്ക് ഒരു 1000 രൂപയൊക്കെ കൊടുക്കും പോവാനും വരാൻ പറ്റിയായിട്ട് കേട്ടോ. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വായിച്ചു നോക്കണോട്ടോ. വായിച്ചു നോക്കാണ്ട് ഒരു കാര്യമില്ല. ഇവിടുത്തെ ക്ലാസ് മാത്രം കേട്ടിരുന്നിട്ടും കാര്യമില്ല. നിങ്ങൾ വായിക്കണം. നിങ്ങൾ വായിച്ചാലാണ് നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് ചെയ്യാം. അടുത്ത ദിവസം ഹോംവർക്ക് ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ. 15,000 രൂപയ്ക്ക് ESI കാൽക്കുലേറ്റ് ചെയ്ത് വരണം ഞാൻ ചോദിക്കും. ഓക്കെ, ശരി.
Thank you, Miss.